ഈ മനോഹരമാകുന്ന ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുന്നവരാ ഞാനും നിങ്ങളുമെന്നും പറയുന്നത്. അല്ലാഹു ആഫിയത്ത് തന്നവര്, അല്ലാഹു ദീർഘായുസ് തന്നവര്, അല്ലാഹു ആരോഗ്യം തന്നവര്, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ അതാ പറയാൻ പോവുകയാണ്. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പ്രിയമുള്ളവരെ, കോടാനുകോടി സ്വത്തുക്കളുള്ള പ്രിയമുള്ളവരോട് പറയുകയാണ്, നിങ്ങളാണോ ഭാഗ്യവാന്മാര്, ഭാഗ്യവതികളല്ല. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പാവപ്പെട്ടവരുണ്ട്, പൈസക്കാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ലക്ഷപ്രഭുക്കളുണ്ട്. എന്നാൽ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പ്രിയമുള്ളവര് വിജയിച്ചവരാരാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വിജയിച്ചവരാരാണ് പ്രിയമുള്ളവര്? ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത്, മഹനീയമാകുന്ന ദുനിയാവിന്റെ തൊലിപ്പുറത്ത് അൽഹംദുലില്ലാഹ് വിജയം കൈവരിച്ചവരാരാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, എല്ലാവരും വിട പറയുമല്ലോ, എല്ലാവരും വിട പറയുമല്ലോ. ഈ മഹനീയമാകുന്ന സദസ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നിറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതാണ്. അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനാ? നമസ്കരിക്കുന്നവരാണോ? നോമ്പ് പിടിക്കുന്നവരാണോ? സകാത്ത് കൊടുക്കുന്നവരാണോ? നന്മ ചെയ്യുന്നവരാണോ? എല്ലാ നന്മകളുടെയും പ്രവർത്തനവുമായിട്ട് ഈ കാസർഗോഡ് ജില്ലയുടെ പരിസരത്തിലൂടെ നടന്നവരാണോ? എന്നാൽ അൽഹംദുലില്ലാഹ് നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെങ്ങനാ? പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ്, പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ്. മനോഹരമാകുന്ന സുഗന്ധമുണ്ടല്ലോ, പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരുന്നതാ. അല്ലാഹുവേ, നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, നന്മ ചെയ്യാതെ, തിന്മകൾ ചെയ്തുകൊണ്ട്, ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട്, ഹറാമുകൾ കണ്ടുകൊണ്ട്, ഫിലിമുകൾ കണ്ടുകൊണ്ട്, വേൾഡ് കപ്പിന് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഭ്രാന്തന്മാരെ പോലെ ഫാൻസുകാരെന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ നടക്കുന്നവരെ നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെങ്ങനാ? അല്ലാഹുവേ, അസ്റായീൽ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതെങ്ങനാ? പരദൂഷണം പറയുന്നവരെ, ഏഷണി പറയുന്നവരെ, സമസ്തയെന്ന് പറയുന്ന മഹനീയമാകുന്നു ഈ പ്രസ്ഥാനത്തിന്റെ കീഴില് ഈ വഅലിന്റെ സദസ്സ് സംഘടിപ്പിക്കുമ്പോ ഇതിനെ പരാതി പറയാനും കുറ്റപ്പെടുത്താനും ഓടി നടന്നവരെ നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെങ്ങനാ? പേടിപ്പിക്കുന്ന മുഖമായി കടന്നു വരുന്നതാണ്. അസ്റായീൽ കടന്നു വരുമ്പോ നീയതാ കരയുകയാ, നീയതാ പേടിക്കുകയാ. പ്രിയമുള്ള ഉമ്മ, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ പ്രിയപ്പെട്ട പ്രിയതമനായിട്ട് കിടക്കപ്പായിൽ കിടന്നുറങ്ങുന്ന പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, കരുതിയിരിക്കുക, നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ ദുർഗന്ധമതാ പരത്തിക്കൊണ്ട് കടന്നു വരികയാ. ഒറ്റയ്ക്കല്ല ചെറുപ്പക്കാരാ കടന്നു വരുന്നത്, ഒറ്റയ്ക്കല്ല പെങ്ങളെ കടന്നു വരുന്നത്. അസ്റായീൽ കടന്നു വരുന്നതെങ്ങനാ? ഒരു കൂട്ടം മലക്കുകളുമായി കടന്നു വരുന്നതാണ്. ഒരു കൂട്ടം മലക്കുകളോട് തള്ളവിരലിന്റെ ഭാഗത്ത് നിൽക്കാൻ പറയുകയാ, ഒരു കൂട്ടം മലക്കുകളോട് മുട്ടിന്റെ ഭാഗത്ത് നിൽക്കാൻ പറയുകയാ, ഒരു കൂട്ടം മലക്കുകളോട് ഏണിന്റെ ഭാഗത്ത് നിൽക്കാൻ പറയുകയാ, ഒരു കൂട്ടം മലക്കുകളോട് നെഞ്ചിന്റെ ഭാഗത്ത് നിൽക്കാൻ പറയുകയാ. റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റനാരാ? റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റനാരാ? അർജന്റീനയുടെ കളി നടന്നപ്പോ, വേൾഡ് കപ്പ് നടന്നപ്പോ, സൗദി അറേബ്യയുടെ ആളുകൾ വന്നുകൊണ്ട് കളി നടത്തിയപ്പോ, അല്ലാഹുവേ, അതിനുവേണ്ടി കൊടി പിടിക്കാൻ, അതിനുവേണ്ടി എന്നെ പ്രിയപ്പെട്ടവരെ ഫ്ലെക്സുകൾ കെട്ടാൻ, മെസ്സിയുടെ പുറകിൽ പ്രിയമുള്ളവരെ, എംബാപ്പയുടെ പുറകിൽ പ്രിയമുള്ളവരെ, റൊണാൾഡോയുടെ പുറകിൽ പ്രിയമുള്ളവരെ, നാണമില്ലാതെ, ഉളുപ്പില്ലാതെ, ലജ്ജയില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ നടന്നവരുണ്ടെങ്കിൽ കാത്തുകൊള്ളുക. റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റനാരാ?
ആരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ സമ്മതം കൊടുക്കുമ്പോ തള്ളവിരലിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൂട്ടം മലക്കുകളതാ റൂഹ് പിടിക്കുകയാ. നീയതാ വേദന കൊണ്ട് കരയുകയാ. അസ്റായീല്, വേദനിക്കുന്ന അസ്റായീല്, നൊമ്പരമാണ് അസ്റായീല്, വല്ലാത്ത വേദനയാണ് അസ്റായീല് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ. അസ്റായീല് മൈൻഡ് ചെയ്യൂല. എന്നാ മലക്കുകളുണ്ടല്ലോ റൂഹ് പിടിച്ചുകൊണ്ട് മുട്ടിന്റെ ഭാഗത്തുള്ള മലക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. അവിടെ നിന്നുകൊണ്ട് ഏണിന്റെ ഭാഗത്തേക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവേ, നീയതാ കരയുകയാണ്, നീയതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. എനിക്കെന്താണ് സംഭവിക്കുന്നത് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ. തൊണ്ടക്കുഴിയുടെ ഭാഗത്തുള്ള അസ്റായീലിന്റെ കയ്യിലേക്ക് റൂഹദ കൊടുക്കുകയാ. ആ സമയത്തന്നെ പ്രിയമുള്ള ഉമ്മമാരെ, ആ സമയത്തന്നെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മളതാ കരഞ്ഞുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, എനിക്കൊരു സെക്കൻഡ് തന്നാൽ, എനിക്കൊരു മണിക്കൂർ തന്നാൽ, എനിക്കൊരു മിനിറ്റ് തന്നാൽ, ഞാൻ പടച്ചവന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുമ്പോ ഞാൻ നമസ്കരിക്കാം, ഞാൻ നോമ്പ് പിടിക്കാം, ഞാൻ നന്മകൾ ചെയ്യാം, ഞാൻ കള്ളു കുടിക്കൂല, പെണ്ണ് പിടിക്കൂല, തിന്മകൾ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അസ്റായീൽ പറയുകയാ, വേണ്ടടാ വേണ്ടടാ വേണ്ടടാ. ദുനിയാവിന്റെ തൊലിപ്പുറത്ത് 60 വയസ്സ് വരെ ജീവിച്ചവര്, 50 വയസ്സ് വരെ ജീവിച്ചവര്, 40 വയസ്സ് വരെ ജീവിച്ചവര്, 30 വയസ്സ് വരെ ജീവിച്ചവര്, 15 വയസ്സ് വരെ ജീവിച്ചവര്. മോനെ, നിന്നോട് അസ്റായീൽ പറയുകയാണ്, ഈ നിമിഷം വരെ നിനക്ക് പടച്ച തമ്പുരാൻ കൈ തന്നില്ലടാ, കാല് തന്നില്ലടാ, മൂക്ക് തന്നില്ലടാ, ഹൃദയം തന്നില്ലടാ, ശരീരത്തിന്റെ അവയവങ്ങൾ തന്നില്ലടാ. ആ പടച്ച തമ്പുരാൻ മറന്നുകൊണ്ട് ജീവിച്ചില്ലടാ. വേൾഡ് കപ്പിന്റെ പ്രിയമുള്ളവരെ, കടന്നു വന്നപ്പോ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തുണ്ടല്ലോ, വേൾഡ് കപ്പിന്റെ 1ാമത്തെ ദിവസമുണ്ടല്ലോ, അവിടെ ഒരു ഖുർആനിന്റെ വചനമതാ ഓതുന്നത് ഞാനും നിങ്ങളും കേട്ടതാ. എന്താണ് ഓതിയതെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന അള്ളാഹുവിന്റെ ഖുർആനില് ഒരു സൂറത്തതോ വേൾഡ് കപ്പിൽ എന്റെ പ്രിയമുള്ളവരെ ഓതിയത് ഞാനും നിങ്ങളും കേട്ടതാ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓതിയിട്ട് ആ ഖുർആനിലെ ഒരു ആയത്തന്നെ പ്രിയമുള്ളവര് വേൾഡ് കപ്പിൽ ഓതിയത് ഞാനും നിങ്ങളും കേട്ടതാ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ കദ്ദിബാൻ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അല്ലാഹു കാല് തന്ന കാസർഗോഡുകാരെ, അല്ലാഹു കൈ തന്ന പെങ്ങളെ, അല്ലാഹു കണ്ണ് തന്ന പെങ്ങളെ, അല്ലാഹു കാത് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു മൂക്ക് തന്ന ചെറുപ്പക്കാരാ, നീ റബ്ബിനെ മറന്നോടാ, നീ പടച്ചവനെ മറന്നോടാ എന്ന് വേൾഡ് കപ്പിൽ പോലും ചോദിക്കുമ്പോ നമസ്കരിക്കാതെ വേൾഡ് കപ്പിന്റെ പുറകിൽ നടന്നവരെ, നമസ്കരിക്കാതെ കാമുകിയുടെ പുറകിൽ നടന്നവരെ, നമസ്കരിക്കാതെ ഹറാമിന്റെ പുറകിൽ നടന്നവരെ അസ്റായീൽ പറയുകയാ, വേണ്ടടാ, നിനക്കിനി അവസരമില്ലടാ. ആ സമയത്ത് കാസർഗോഡിന്റെ പരിസരത്തിലൂടെ സമസ്തയ്ക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മൗലിദ് നടക്കുമ്പോ അതിൽ വന്നിരിക്കുന്നവര്, മജ്ലിസുന്നൂർ നടക്കുമ്പോ അതിനു വേണ്ടി ഇരിക്കുന്നവരെ നീ അതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് മോനെ വിജയിച്ചവര്, അവനാണ് മോളെ വിജയിച്ചവള്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോ. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ്, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾ റബ്ബേ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ നാഥ, തൗഫീഖ് കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വിജയിച്ചവര് ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ നിന്റെ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണവരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയെ നോക്കട്ടെ. സ്വന്തമായിട്ട് ഉസ്താദെ ഒരാള് ഇനിയുണ്ടോ? ഉണ്ടോ? അള്ളാഹു ആ സഹോദരന് ഹൈറായ ഭവനം കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ കരയണ്ട, സങ്കടപ്പെടണ്ട. ഈ ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവര്, പാവങ്ങള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു സലീമിച്ച 2 നില വീട് വെച്ച് ആ സമയത്ത് നമ്മൾ കരയാൻ പാടില്ല. കാരണം എന്തേ? അവരെല്ലാം മോനെ ഭാഗ്യവാന്മാര്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു ചെങ്ങാതിക്ക് ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് കൊടുത്തു. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെതിരെ മുട്ടയിൽ മന്ദിരിക്കാനും ചരട് മന്ദിരിക്കാനും വെള്ളം മന്ദിരിക്കാനൊന്നും നീ പോണ്ട, അസൂയപ്പെടണ്ട. കാരണം അവരല്ല ഭാഗ്യവാന്മാരാരെന്നറിയോ മോളെ? നമ്മുടെ നാട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാത്ത, ഒരു സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ചങ്ങാതി മരിച്ചു കിടക്കുമ്പോ ആ മരിക്കണ സമയത്ത് ആ ചങ്ങാതിയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് ഈ ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞു പോണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൽ പറയുക, നമുക്കൊരാളോടും അസൂയ വേണ്ട, നമുക്കാരോടും വെറുപ്പ് വേണ്ട. അതുകൊണ്ട് സ്വർഗത്തിൽ പോകേണ്ടവർ ഇൻഷാ അല്ലാഹ് ഒന്ന് ആത്മാർത്ഥമായിട്ട് കൈവക്കിയേ. ഉസ്താദ് എനിക്ക് സ്വർഗത്തിൽ പോകണം. അൽഹംദുലില്ലാ, കണ്ട മൈക്ക് സെറ്റുകാരനും ലൈവുകാരനും എല്ലാവർക്കും പോകണം, പെങ്ങന്മാർക്കൊക്കെ പോകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. താദിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്നാൽ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂലയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂല. അതാരാണ്? ഈ 3 വിഭാഗത്തിൽ ഞാനോ നിങ്ങളോ പെട്ടിട്ടുണ്ടോ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 3 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലെ ഇനിയിപ്പോൾ സ്ഥലം അല്ലേ, ഇനിയിപ്പം അൽഹംദുലില്ലാ സഹോദരിമാരൊക്കെ ഒരുപാട് പേര് നിൽക്കലുണ്ട് ഇൻഷാ അല്ലാഹ്. ആ കസേര സംഘാടകർ ഇൻഷാ അല്ലാഹ് കസേരക്ക് ഇട്ടുകൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വർഗത്തിൽ കടക്കാത്ത 1ാമത്തെ വിഭാഗാരാ? കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കാത്ത 1ാമത്തെ വിഭാഗമാരാ? മദീനയുടെ നായകനാകുന്ന ലോകത്തിന്റെ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വീടില്ലാത്തവര്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് മക്കളില്ലാത്തവര്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് വാഹനമില്ലാത്തവര്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പട്ടിണിയുള്ളവര് ആരാണ് വിജയിച്ചവരെന്നറിയോ? ആരാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തക്കേട് വാങ്ങുന്നവരുണ്ടല്ലോ, അവര് സ്വർഗത്തിൽ കടക്കൂല, അവര് സ്വർഗത്തിൽ കടക്കൂല. ഈ വിനീതനെന്നെ പ്രിയപ്പെട്ടവരെ, വാങ്ങിന് വേണ്ടി എന്നീ കാസർഗോട്ടേക്ക് കടന്നു വരുമ്പോ ഒരു 4 മണിയാകുന്ന സമയത്ത് ഈ വിനീതന്റെ ഫോണിലേക്ക് ഒരു ഉമ്മ വിളിച്ചു കണ്ട് കരയുകയാ, ഉസ്താദേ എന്റെ പൊന്നുമോന്റെ നല്ലൊരു സ്വഭാവത്തിന് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ പൊന്നുമോന്റെ സ്വഭാവം ഒന്ന് നന്നാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ പറ്റിയത്? എന്താണ് ഉമ്മ, എന്താണ് പെങ്ങളെ പറ്റിയതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയതോ കരയുകയോ, ഉസ്താദേ എന്റെ പൊന്നുമോൻ 24 വയസ്സുണ്ട് ഉസ്താദ്,
ഉസ്താദ് 24 വയസ്സുണ്ട് ഉസ്താദ്. അവനാനും നല്ല രീതിയിൽ നോക്കിയതാണ് ഉസ്താദ്. എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് ഉസ്താദ്. എന്നാൽ അവനൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല ഉസ്താദ്. ഓരോ വീടിന്റെ അടുക്കളയിൽ പോയിട്ട് പാത്രങ്ങളുണ്ടല്ലോ കഴുകി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്റെ പൊന്നുമോനെ വളർത്തിയത് ഉസ്താദ്. അവന്റെ കൂട്ടുകെട്ട് നശിച്ചപ്പോ, അവന്റെ കൂട്ടുകെട്ട് എന്നെ പ്രിയപ്പെട്ടവരെ നശിച്ചപ്പോ, ഇന്നുമ്മാനെ ഉസ്താദ് അവന് വേണ്ട, ഇന്നുമ്മാനെ തെറി വിളിക്കുന്ന പൊന്നുമോനാണ്. എനിക്ക് സങ്കടമാ, എനിക്ക് വേദനയാ, എനിക്ക് നൊമ്പരമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ട ഉമ്മ എന്നെ വിളിച്ചു പറയുമ്പോ, മോനെ ഉമ്മാനെ തള്ളയെന്ന് വിളിക്കുന്നവര്, ഉമ്മാനെ തള്ളയെന്ന് വിളിക്കുന്നവര്, ഉപ്പാനെ പോള എന്ന് വിളിക്കുന്നവര്, ഉപ്പാനെ തെറി പറയുന്നവര്, ഉപ്പാനെ ചീത്ത പറയുന്നവര്, ഉപ്പാനെ അസഭ്യം പറയുന്നവര്, നീ സ്വർഗത്തിൽ കടക്കൂല, നീ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുകയാണ്, നീ മരിക്കുമ്പോ മാതാവിന്റെ പൊരുത്തമില്ലാതെ, പിതാവിന്റെ പൊരുത്തമില്ലാതെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്നെങ്ങാനും വിട പറഞ്ഞു പോയാൽ മോനെ നിനക്ക് സ്വർഗമില്ലെന്നല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള ഉപ്പമാരെ, നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത് നിങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയാണ്. നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത് നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ്. അവര് കാരണം നരകത്തിലേക്ക് പോകാം, അവര് കാരണം സ്വർഗത്തിലേക്കും പോകാം. അതുകൊണ്ട് പറയുകയാ, മക്കളെ വളർത്തുമ്പോ ഈമാനോടെ വളർത്തിക്കൊള്ളുക, മക്കളെ വളർത്തുമ്പോ ദീന് കൊടുത്ത് വളർത്തിക്കൊള്ളുക. ഇവിടെ അതാ വെള്ള തലപ്പാവ് ധരിച്ചുകൊണ്ട് മലായിക്കത്തുകളുടെ ചിറകിന്റെ കീഴില് ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു കൂട്ടം മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് പറയുകയാ, ഇസ്ലാമോടെ പഠിച്ചുകൊള്ളുക, ഇസ്ലാമോടെ വളർത്തിക്കൊള്ളുക, ഇസ്സത്തോടെ വളർത്തിക്കൊള്ളുക. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ലാത്തവൻ സ്വർഗത്തിലതാ കടക്കൂല, സ്വർഗത്തിലതാ കടക്കൂല. മോനെ നീ എത്ര ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില മക്കളുണ്ട് തമാശക്ക് എന്ത് ചെയ്യും, ഉമ്മാനെ കയറിയിട്ട് എടി പോടി തള്ള എന്നൊക്കെ ഇങ്ങനെ വിളിക്കും, വാപ്പാനെ കയറിയിട്ട് എടാ പോടാന്നൊക്കെ വിളിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാടില്ല. ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തക്കേടങ്ങാനം നീ നിൻ്റെ ജീവിതത്തിൽ വാങ്ങിച്ചാൽ മോനെ നഊദു ബില്ലാ, നീ ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് നിന്ന് വിജയിക്കൂല, സ്വർഗത്തിൽ കടക്കൂലയെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഉപ്പേനെ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ഉപ്പേനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, എന്താ നിനക്കതിനുള്ള കാരണം എന്താ? എൻ്റെ ഉപ്പ എന്നോടൊരു കൂട്ടുകാരനെ പോലെ പെരുമാറുന്നില്ല, ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞ. ഞാൻ ചോദിച്ചു അതിനുള്ള കാരണം എന്തേ? ആ ചങ്ങാതി പറയും, ഉസ്താദേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളുണ്ട്, അവൻ്റെ വാപ്പ അവൻ ഏത് പട്ടപ്പാതിരാക്കും ഊട്ടി പോകണമെന്ന് പറഞ്ഞാലും, വീഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞാലും, വണ്ടർലേ പോകണമെന്ന് പറഞ്ഞാലും, കൊടകിൽ പോകണമെന്ന് പറഞ്ഞാലും, ബേക്കൽ ഫോർട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും അവൻ്റെ വാപ്പ സമ്മതിക്കും ഉസ്താദേ. പക്ഷേ എൻ്റെ വാപ്പ എന്നെ അങ്ങനെ പാതിരാത്രിയിൽ എവിടെയും പോകാൻ സമ്മതിക്കണില്ല. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ വാപ്പയുടെ ഈമാനുള്ളത്. അതുകൊണ്ട് പറയുക, ചില മക്കള് രാത്രി 12 1 മണിയാകുമ്പോൾ വീട്ടിൽ കയറി വരും. വഅലിന് പോയതല്ല, മജ്ലിസ് നൂറിന് പങ്കെടുക്കാൻ പോയതല്ല, സമസ്തയുടെ കൊടി കെട്ടാൻ പോയതല്ല, ഏതോ കൂട്ടുകാരൻ്റെ കൂടെ എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ടെൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നവരാ. അവനോട് എവിടെ പോയതാണെന്ന് ചോദിക്കാനുള്ളൊരു ചങ്കൂറ്റം വാപ്പയാകുന്ന നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോള് സ്കൂളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വരാൻ താമസിക്കുമ്പോൾ എന്താ താമസിച്ചത് എന്ന് ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം വാപ്പയാകുന്ന എനിക്കും നമുക്കും ഉമ്മയാകുന്ന നിങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ വേണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ചില ചങ്ങാതിമാരുണ്ട്, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ കറങ്ങാൻ പോകും, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ബേക്കൽ ഫോർട്ടും കടൽ കാണാനും ഒക്കെ പോകും. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ സിയാറത്താ അല്ലേ? ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്കൊക്കെ സിയാറത്താ. എന്ത് സിയാറത്ത്, എന്ത് സിയാറത്ത്? ബീച്ച് ഫെസ്റ്റിവൽ അല്ലേ, അല്ലേ, ന്യൂ ഇയർ അല്ലേ? അല്ലാതെ മാലിക് ബിൻ ദീനാർ തങ്ങളുടെ ഉറൂസ് നടക്കുമ്പോൾ ആ മക്കാമിൽ പോയിട്ട് ആ മഹാന്റെ ചാരത്ത് പോയി ഒരു ഫാത്തിഹ ഓതാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബേക്കൽ ഫുഡിൽ പോകാൻ സമയമുണ്ട്, എല്ലായിടത്തും ആ സമയമുണ്ട്. ഇപ്പം ഇന്നലെ ചേളാരി ഭാഗത്തിൻ്റെ പ്രിയപ്പെട്ടവരെ വയലിന് പോകുമ്പോൾ കടപ്പുറം സൈഡിൽ കൂടി ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ബീച്ചിലും തിരക്കാ. നമ്മുടെ താത്തമാര് ഒരു കറുത്ത ബർദയും തലയിൽ ഒരു ഷാളും ചുറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്ക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ. നമ്മുടെ ഈ ബർദ എന്തിനാ, ഈ ബർദ എന്തിനാ, എന്തിനാ ബർദ എന്ന് പറയണേ?
ചില ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നനക്കും വേണ്ട കുളിക്കാൻ വേണ്ട ഒരു നൈറ്റ് അടിയിലിടുക, പെട്ടെന്ന് എടുത്തിടുക, ഒരു ഷാളും മറ്റും കൊണ്ട് പോവുക. അതിനാണ് ചില ആളുകളുടെ വിചാരം. അല്ലെ, കറുത്ത ബർദാണ് പിന്നെ പറയണ്ട, കാപ്പിപ്പൊടിയാണ് പിന്നെ പറയണ്ട. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചില പെങ്ങന്മാരുടെ ബർദ കൊണ്ടുള്ള വിചാരം. അല്ലേ, ചില താത്തമാർ സുബ്ഹാനല്ലാഹ് ഇപ്പം ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി ബേക്കലിൽ ട്രെയിൻ നിർത്തിയപ്പോൾ എത്രയോ താത്തമാരാ ബീച്ചിൽ പോകണ്ടെന്നൊന്നും പറയണമെന്നില്ല, കുടുംബമായിട്ട് പോകണം അല്ലേ, ഭർത്താക്കന്മാരുടെ സ്നേഹത്തിൽ പറയുക, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ സാധുക്കളെ പുറത്തു കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചങ്ങാതായിട്ട് ഒളിച്ചോടിപ്പോവും. അതുകൊണ്ടാണ് പറയണത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുക, മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമില്ലാതെ ചില ആളുകൾ എന്ത് ചെയ്യും? കറങ്ങാൻ പോകും. അവൻ അള്ള കൊടുക്കണ ശിക്ഷ എന്താ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കറങ്ങാൻ പോകണവരാണെങ്കിൽ അതേത് മക്കാമിനും പോയിക്കോട്ടെ, നിങ്ങളോട് ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതൊന്നും അള്ള സ്വീകരിക്കില്ല. അവൻ അള്ള കൊടുക്കണ ശിക്ഷ എന്താ? ഒരു ചരിത്രം ഞാൻ പഠിപ്പിക്കുക. ഈ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന ഹയവാൻ ഉസ്താദ് ഒന്ന് പറഞ്ഞു കേട്ടില്ലേ, അതെന്താ ഇതിനൊക്കെ എന്ന് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പ്രാവർത്തികമാക്കാനും നാദം തൗഫീഖ് നൽകട്ടെ. കേട്ടോ, സങ്കടപ്പെടുത്തുന്ന ചരിത്ര, വാപ്പയുടെ ഉമ്മയുടെയും പൊരുത്തമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ കറങ്ങാൻ പോണവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലിക്കട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വിഭാഗമാരാ സ്വർഗത്തിൽ കടക്കാത്ത ഒന്നാമത്തെ വിഭാഗമാരാ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമില്ലാത്തവരാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പറയുകയാണ്. മഹാമാരി കിതാബിൽ എൻ്റെ പ്രിയമുള്ളവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയതാ പറയാൻ പോവുകയാ. ഏതെന്നറിയോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോ ആത്മാർത്ഥതയോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ സ്വർഗത്തിന്റെ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള ഉമ്മ, ഫളിലെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫളിലെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവര് അറേബ്യയുടെ മണ്ണിൽ ജീവിച്ചിരുന്നു. ഫളിലിനുണ്ടല്ലോ ഉപ്പയില്ല, ഫളിലിനുള്ളത് ആകെയുള്ളത് ഉമ്മയാ. ആ ഉമ്മയെന്ന് പറയുന്നത് കിടപ്പിലാണ്, എണ്ണീക്കാൻ കഴിയാതെ എന്നെ പ്രിയമുള്ളവര് ആരെങ്കിലും സഹായിച്ചത് കൊണ്ട് നടക്കുന്ന ഉമ്മയാ. സുബ്ഹാനല്ലാഹ്, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറയുകയാ, ഫളിലേ ഇന്നവധിയാണല്ലോ. ഇതങ്ങ് പറഞ്ഞുകൊണ്ട് ഫളിലിന്റെ കൂട്ടുകാർ പറയുകയാണ്, ഇന്ന് നമുക്ക് വേറെയൊന്നും ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ചാരെ പോയിട്ട് അസ്സലാം അലൈക യാ റസൂലല്ലാഹ്, അസ്സലാം അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാമല്ലോ. ഇതങ്ങ് പറയുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ വരില്ല, എന്റെ ഉമ്മ ഒറ്റക്കാണ്, എന്നെ ഉമ്മ ഒറ്റക്കായത് കൊണ്ട് ഞാൻ വരൂല. ഉടൻ തന്നെ ആ കൂട്ടുകാര് പറയുകയാണ്, ഫളിലേ നിന്റെ ഉമ്മയുടെ സമ്മതം മേടിച്ചിട്ട് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് പോകാൻ കടന്നു വരിക. ഇതങ്ങ് പറയുമ്പോ, ഇതങ്ങ് കേൾക്കുമ്പോ ഫളിലതാ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഫളിലതാ ഉമ്മയുടെ ചാരത്തേക്ക് പ്രിയപ്പെട്ടവരെ കടന്നു ചെന്നിട്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ഇതങ്ങ് പറയുമ്പോ ഉമ്മയതാ പറയുകയാണ്, ഫളിലേ നീ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ ഉമ്മ ഒറ്റയ്ക്കാണല്ലോടാ, ഈ ഉമ്മ ഒറ്റയ്ക്കാകുമല്ലോടാ, ഈ ഉമ്മക്ക് മരുന്നെടുത്ത് തരാൻ പോലും ആരുമില്ലല്ലോ. ഇതങ്ങ് പറയുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനത് ഓടുകയാ. കൂട്ടുകാരുടെ ചാരത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ഉമ്മയുണ്ടല്ലോ സമ്മതം തന്നില്ല, എന്റെ ഉമ്മയുണ്ടല്ലോ സമ്മതം തന്നില്ല, അനുവാദം തന്നില്ല.
ഉടൻ തന്നെ ഫളിലിനോട് പ്രിയപ്പെട്ട കൂട്ടുകാര് പറയുകയാണ്, എന്തുമ്മയാടാ നിന്റത്? നിന്നെയൊന്ന് റസൂലുള്ളയുടെ ചാരത്തേക്ക് പോലും പോകാൻ നിന്റെ ഉമ്മയുണ്ടല്ലോ, സമ്മതിക്കുന്നില്ലെങ്കിൽ നിന്റെ ഉമ്മയുണ്ടല്ലോ, എന്തുമ്മയാടാ? നീ പോയി ഒന്നും കൂടി ചോദിച്ചിട്ട് കടന്നു വരിക. ഫളിലതാ കടന്നു ചെല്ലുകയാണ്, ഉമ്മയോട് ചോദിക്കുകയാണ്. ഉമ്മയതാ സമ്മതിക്കുന്നില്ല. ഫളിലതാ സ്വഭാവമുണ്ടല്ലോ മാറുകയാ. ഫളിലതാ ഉമ്മയോട് ദേഷ്യപ്പെടുകയാണ്, ഉമ്മയോട് പറയുകയാണ്, ഉമ്മയോട് വാശി പിടിക്കുകയാണ്. എന്നിട്ടതാ ഉമ്മയോട് പറയുകയാ, ഉമ്മ റസൂലുള്ളാഹിയുടെ ചാരത്തേക്കാണ് ഉമ്മ, ഹബീബിന്റെ ചാരത്തേക്കാണ് ഉമ്മ. നിങ്ങൾ സമ്മതം തന്നില്ലെങ്കിലും ഞാൻ പോകുമെന്ന് ഫളിലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഉമ്മയതാ കരയുകയാണ്, മോരെ പോകല്ലടാ പോകല്ലടാ. ഫളിലതാ പോവുകയാ. ഉമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ മണൽത്തരികളിലേക്ക് വീഴുകയാ. ഫളിലതാ കൂട്ടുകാരുമായി സന്തോഷിച്ചു കൊണ്ട് പോകുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഉമ്മയുടെ സമ്മതമില്ലാതെ പോവുകയാണ്. സന്തോഷിക്കുമ്പോ ഉടൻ തന്നെ പടച്ചവനെ, ഫളില് തങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്നെ പ്രിയപ്പെട്ടവര് അല്ലാഹു ബോധം കൊടുക്കുകയാണ്. ഫളിലേ, നിന്റെ ഉമ്മയുടെ ശാപമുണ്ട് മോനെ, നിന്റെ ഉമ്മയുടെ പൊരുത്തക്കേടുണ്ട് മോനെ. ഫളിലിനതാ സഹിക്കാൻ കഴിഞ്ഞില്ല, ഫളിലിനതാ സഹിക്കാൻ കഴിഞ്ഞില്ല. ഫളിലതാ മരുഭൂമിയിലൂടെ മണൽത്തരികളിലൂടെ നടന്നു പോകുമ്പോ ഒരു മനോഹരമാകുന്ന പള്ളിയതാ കാണുകയാണ്. ആ പള്ളിയിലതാ കേറുകയാണ്, വുളൂ ചെയ്യുകയാണ്, ഇഅ്തികാഫിന്റെ നെയ്യത്ത് വെക്കുകയാണ്. പള്ളിയിലതാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, കള്ളനാണ് ഇവൻ, കള്ളനാണ് ഇവൻ, നമ്മുടെ നാട്ടിൽ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്താൻ കടന്നു വന്ന കള്ളനാണ്. ഇതങ്ങ് പറയുമ്പോ ഫളിലതാ പറയുകയാ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല, ഞാൻ നിങ്ങളുടെ സ്വത്തുക്കൾ മോഷ്ടിക്കാൻ കടന്നു വന്ന ആളല്ല. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ ഹബീബിന്റെ പച്ചക്കുബ്ബയൊന്ന് കാണാൻ കടന്നു പോവുകയാ. ആളുകളതാ സമ്മതിക്കുന്നില്ല. ആളുകൾ എന്നെ പ്രിയമുള്ളവരെ കെട്ടിപ്പിടിക്കുകയാണ്, ആളുകളതാ കയറുകൊണ്ട് കെട്ടിമുറുക്കുകയാണ്, തൂണിലേക്കതാ കെട്ടിയിടുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആളുകൾ എന്നെ പ്രിയമുള്ളവരെ കെട്ടിയിടുമ്പോ എന്നെ പ്രിയമുള്ളവരെ ഫളിലതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കള്ളനല്ല. ഉടൻ തന്നെയാ നാട്ടുകാർ പറയുകയാണ്, ഞങ്ങളുടെ സ്വത്തുക്കളുണ്ടല്ലോ, ഞങ്ങളുടെ സ്വത്തുക്കളുണ്ടല്ലോ. ഒരാൾ എടുത്തുകൊണ്ട് ഈ പള്ളിയിലേക്ക് ഓടുന്നത് ഞങ്ങൾ കണ്ടതാ. ഉടൻ തന്നെ ഫളില് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അത് ഞാനല്ല, അത് ഞാനല്ല. അവരെന്റെ പ്രിയമുള്ളവരെ സമ്മതിക്കുന്നില്ല. ആ കൂട്ടത്തിന്റെ നേതാവുണ്ടല്ലോ ഊടിപ്പിടിച്ച കടാരയായിട്ട് കടന്നു വന്നിട്ട് നീ കള്ളനാടാ എന്ന് പറഞ്ഞിട്ട് ഫളില് തങ്ങളുടെ കൈകളുണ്ടല്ലോ മുറിച്ചു മാറ്റുകയാ. അല്ലാഹുവേ, ഫളില് തങ്ങളുടെ കാലുകളുണ്ടല്ലോ മുറിച്ചു മാറ്റുകയാ. ഫളില് തങ്ങൾ കരയുകയാണ്, വേദനിക്കുന്നു. അല്ലാഹുവേ, എന്റെ കൈകൾ പോയി റബ്ബേ, എന്റെ കാലുകൾ പോയി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. അല്ലാഹുവേ, അവസാനം അടുത്തയാള് കടന്നു വരികയാണ്. ഊരിപ്പിടിച്ച കടാരയെടുത്തിട്ട് ഫളില് തങ്ങളുടെ കണ്ണിലേക്ക് പ്രിയമുള്ളവരെ കുത്തിയിറക്കുകയാണ്, കുത്തിയിറക്കുകയാണ്. ഫളില് തങ്ങളുടെ മുഖത്തുണ്ടല്ലോ കത്തിയെടുത്ത് ഇങ്ങനെ ഉരക്കുകയാണ്. ചോരയതാ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഫളില് തങ്ങളെയതാ ആളുകളതാ എടുത്തുകൊണ്ട് പോവുകയാ. മരുഭൂമിയുടെ മണൽത്തരികളിലേക്ക് കൊണ്ടെറിയുകയാണ്. ഫളില് തങ്ങൾ കരയുകയാണ്.
ആരെങ്കിലും ഉണ്ടോ? എന്നെയൊന്ന് രക്ഷിക്കുമോ? എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ? ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ, മരുഭൂമിയുടെ മണൽത്തരികളിൽ പ്രിയമുള്ളവരെ, ചൂടേറ്റുകൊണ്ട് കിടക്കുന്ന ഫളിൽ തങ്ങളുണ്ടല്ലോ, നിലവിളിക്കുമ്പോ ഒരു യാത്രക്കാര് കടന്നു വരികയാണ്. അവരോട് ഉള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ഫളിൽ തങ്ങളെ അതോ അവര് ചുമക്കുകയാ. അവരുടെ വാഹനത്തിന്റെ പുറത്തിങ്ങനെ ചോഴയുണ്ടല്ലോ, ഒഴുകുകയാ. ഫളിൽ തങ്ങളെ വീടിന്റെ വാതിക്കൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് ആ യാത്രാ സംഘമുണ്ടല്ലോ വാതിലിലതാ കുട്ടുകയാ. ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രാ സംഘം വിളിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, ഉമ്മ എന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് ആ വാതിലുണ്ടല്ലോ തുറക്കുകയാ. ഉമ്മയോട് യാത്രക്കാര് ചോദിക്കുകയാണ്, ഉമ്മ, ഈ നിൽക്കുന്ന ആളെയുണ്ടല്ലോ, ഈ കൈയില്ലാത്ത ആളെയുണ്ടല്ലോ, ഈ കാതില്ലാത്ത ആളെയുണ്ടല്ലോ, ഈ കാലുകളില്ലാത്ത ആളെയുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഉമ്മ ഉമ്മ. ഉടൻ തന്നെ ഉമ്മയതാ നോക്കുകയാണ്. ചോടയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്നു ആ പൊന്നുമോനെ, എന്നെ പ്രിയപ്പെട്ടവര്. ആ ഉമ്മ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ടതാ പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഇത് ഫളിലെന്നെ പ്രിയമുള്ളവരെ കേൾക്കുകയാണ്. ഫളിലതാ കരയുകയാണ്, ഫളിലതാ നിലവിളിക്കുകയാണ്. ഉമ്മ, എന്നെ മനസ്സിലായില്ല ഉമ്മ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഉമ്മയതാ വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ല. ഈ വികൃതമായ മുഖമുള്ള ഈ പൊന്നുമോനെയുണ്ടല്ലോ, എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോ ആ പൊന്നുമോനതാ കരയുകയാ. ഉമ്മ, ഇത് ഫളിലാണ് ഉമ്മ, ഇത് ഫളിലാണ് ഉമ്മ എന്ന് പറയുമ്പോ ഉമ്മയതാ കരഞ്ഞു വന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ആ പൊന്നുമോന് ചുംബനം കൊടുക്കുകയാണ്. ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്തുകൊണ്ടാ? ആ പൊന്നുമോന്റെ കൈകൾ നഷ്ടപ്പെട്ടതെന്തുകൊണ്ടാ? ആ പൊന്നുമോന്റെ കാലുകൾ നഷ്ടപ്പെട്ടതെന്തുകൊണ്ടാ? സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ പൊരുത്തമില്ലാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് പോയത് കൊണ്ടാ. അതുകൊണ്ട് പറയുകയാണ്, ഉമ്മാനെ പറ്റിക്കുന്നവരെ, ഉപ്പാനെ പറ്റിക്കുന്നവരെ, അല്ലാഹുവേ, കാമുകന്റെ ബൈക്കിന്റെ പിന്നാലെ കയറിയിരുന്നിട്ട് അല്ലാഹുവേ, പാവപ്പെട്ട ഉപ്പയതാ പ്രവാസ ലോകത്ത് കടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. അയാൾ കടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയാ, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ മോളെ, കാസർഗോഡിന്റെ പരിസരത്ത് BA പഠിക്കാൻ പോയവളാ, BCom പഠിക്കാൻ പോയവളാ, ഡോക്ടറാകാൻ പോയവളാ, മംഗലാപുരത്ത് പോയവളാ. എന്നാൽ ഉപ്പ അയച്ചു തരുന്ന പൈസ കൊണ്ട് കാമുകന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ ഓടി നടക്കുന്ന പെണ്ണേ, നിനക്ക് നരകമാ, നിനക്ക് നരകമാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഞാൻ ഈ മനോഹരമാകുന്ന സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ഇവിടുത്തെ SKSSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് അൽഹംദുലില്ലാ തൊപ്പി ധരിച്ച ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാ അവര് സമസ്തയുടെ കൊടി പിടിച്ചവരാണ്, അവര് ചെറുശ്ശേരി ഉസ്താദിനെ സ്നേഹിച്ചവരാണ്, അവര് ശംസുലമയെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ ദീൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെയുണ്ടല്ലോ അവരെ ബഹുമാനിക്കുന്നതാ. അതുകൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ മൺമറഞ്ഞു പോയാൽ നഊദു ബില്ലാഹ്, അവൻ സ്വർഗത്തിലതാ കടക്കൂല. അവൻ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അതിലേക്ക് പ്രവേശിക്കൂല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഈമാനുള്ളവരാക്കണേ അല്ലാ, അദബുള്ളവരാക്കണേ അല്ലാ, തഖ്വയുള്ളവരാക്കണേ അല്ലാ,
പൊരുത്തമുള്ളവരാക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയമുള്ളവരെ, ഒരു കാസർഗോഡുള്ളൊരു സാധുവായ ഉപ്പ എന്നെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാണ് സങ്കടപ്പെടുന്നത് ഉപ്പാ? ആ ഉപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ ഞാൻ 40 കൊല്ലമായി ഉസ്താദേ സൗദി അറേബ്യയുടെ മണൽത്തരികളില് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു പടച്ച തമ്പുരാൻ എനിക്കൊരു പൊന്നുമോളെ തന്നു ഉസ്താദ്. അൽഹംദുലില്ലാഹ്, അവളെ 18 വയസ്സ് വരെ ഉസ്താദേ ഞാൻ നല്ല രീതിയിൽ നോക്കിയവനാണ് ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് 80 പവൻ സ്വർണമാണ് ഉസ്താദ് ഞാൻ സ്വരുക്കൂട്ടി വെച്ചത് ഉസ്താദ്. എന്നാൽ എന്റെ പൊന്നുമോളുണ്ടല്ലോ എന്നെ ചതിച്ചു ഉസ്താദ്. കാസർഗോഡുള്ളൊരു ചെറുപ്പക്കാരൻ പറയുകയാ, അവളുടെ നിക്കാഹ് ഉസ്താദ് ഞാൻ നല്ലൊരു ചെറുപ്പക്കാരനുമായിട്ട് ഉറപ്പിച്ച ഉസ്താദ്. കല്യാണത്തിന്റെ തലേന്നുണ്ടല്ലോ എന്റെ 80 പവനുമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ട്, എന്റെ ഭാര്യയെ പറ്റിച്ചുകൊണ്ട് അവളെ കടന്നു കളഞ്ഞു ഉസ്താദ്. അതുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ SKSSFന്റെ അങ്കണി മുഖം എന്ന് പറയുന്ന ഈ പ്രദേശത്തുണ്ടല്ലോ ആശിഖ് ദാരിമി വഅദിന് വരുമ്പോ വഅദ് കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിക്കുമ്പോ നിങ്ങളുടെ മക്കൾ ഈ വഅദിന്റെ സദസ്സിൽ വരുന്നില്ലെങ്കിൽ പാഴുകളാ, അവര് വേസ്റ്റുകളാ. അതുകൊണ്ട് പറയുകയാണ്, മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ലാതെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞാൽ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം ഇല്ലാത്തവൻ മോളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കൂല എന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിച്ചോണം. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ കാസർഗോഡ് വരുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാ, സ്നേഹത്തിൽ പറയാ, ഈ ചില മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ, ട്രെയിനിലൊക്കെ കയറും. ആദ്യമേ കയറുന്ന സ്റ്റേഷനിൽ നിന്ന് ഒറ്റയ്ക്കാണ് കയറണേ. ആലപ്പുഴയിൽ നിന്നൊരു പെൺകുട്ടി കയറിയ ഒറ്റയ്ക്കാണ് കയറണേ. ആലപ്പുഴ കഴിഞ്ഞ് ചേർത്തല കഴിഞ്ഞ് എറണാകുളം എത്തുമ്പോൾ ഓളുടെ ക്ലാസ്മേറ്റ് വരിക. ക്ലാസ്മേറ്റ് വന്നിട്ട് ഓളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, പിന്നെ തോളത്ത് കൈയിടുന്ന്. ഉസ്താദാണ് മുമ്പിലിരിക്കണം എന്ന് ചിന്തന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ വിനീതൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാസർഗോട്ടേക്ക് ഇങ്ങനെ വഅദിന് വരുമ്പോൾ ഒരു രണ്ട് സ്കൂൾ യൂണിഫോം ഇട്ട ഒരു ചെറുപ്പക്കാരനും ഒരു മുസ്ലിം താത്തയും കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ട്രെയിനിൻ്റെ അകത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കട്, ശരീരത്ത് തൊടണം. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ കഴിയണത് അല്ലേ? ഒരാങ്ങളെയും സഹോദരനൊന്നും അല്ല. ആ പിടുത്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉസ്താദെ ഭയങ്കര തഖ്വയാ, ഭയങ്കര ഈമാനാ എന്നൊക്കെ നമ്മുടെ വിചാരം. ഇപ്പം മാസ്ക് ആണല്ലോ എല്ലാവർക്കും. ഇപ്പോൾ എല്ലാവർക്കും മാസ്ക് ആയതുകൊണ്ട് സുഖമായി, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വയ്യ. സ്വന്തം മകൻ ബിവറേജിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കള്ള് കുടിക്കുമ്പോൾ, ബിവറേജിൽ നിന്നിട്ട് ഇങ്ങനെ മദ്യം മേടിക്കാൻ നിൽക്കുമ്പോൾ സ്വന്തം വാപ്പാക്ക് മനസ്സിലാണില്ല, എന്തേ മാസ്ക് ധരിച്ചിരിക്കല്ലേ. സ്വന്തം പൊന്നുമോളൻ്റെ പ്രിയപ്പെട്ടവരെ കാസർഗോഡിൻ്റെ ഏതെങ്കിലുമൊക്കെ ബീച്ചിലൂടെ കാമുകരുമായിട്ട് ബൈക്കിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുമ്പോൾ സ്വന്തം ഉമ്മാക്ക് മനസ്സിലാകണില്ല. കാരണം എന്തേ? കറുത്ത മാസ്ക് ഇട്ടിരിക്കല്ലേ, മനസ്സിലാകൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മോളെ, ഉപ്പാനെ പറ്റിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ചങ്ങാതിയായിട്ട് കറങ്ങാൻ നിൽക്കണുണ്ടെങ്കിൽ, ഉമ്മാനെ പറ്റിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ചങ്ങാതിമാരായിട്ട് കാസർഗോഡിൽ വിലസാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, മോളെ ഒരു നാൾ നീയും നിന്റെ മക്കൾ കാരണമായി കരയേണ്ടി വരുമെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ ബറക്കത്തുണ്ടാകൂല. ചില ആളുകളുടെ വിചാരം സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ബറക്കത്തുണ്ടെന്നാ. ആരാ പറഞ്ഞേ? സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ അതിൽ ബറക്കത്തുണ്ടെന്നാ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാനുള്ളത്, ഈ പ്രേമ വിവാഹത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കെട്ടുന്ന പല കുടുംബജീവിതവും പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. കാരണം എന്തേ? അവരാദ്യമേ വ്യഭിചരിച്ചിട്ടാ പിന്നെ കല്യാണം നടത്തണേ അല്ലേ? ആദ്യമേ വ്യഭിചരിച്ചാ അവർ പിന്നെ കല്യാണം നടത്തണേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ കല്യാണം കഴിക്കാത്തൊരു ചങ്ങാതിയുണ്ട്. ആ ചങ്ങാതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിനെ കാണാൻ പോയി. അൽഹംദുലില്ലാഹ് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ് ആ പെണ്ണുമായിട്ട് സംസാരിച്ചു. എല്ലാം ഒത്തു, കുടുംബ ബന്ധമൊക്കെ ഓക്കെയാണ്, റാഹത്താണ്. ഉടൻ തന്നെ ഈ ചെറുക്കൻ്റെ ആങ്ങളെ പോയിട്ട് പെണ്ണിൻ്റെ നമ്പർ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ സേവ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാതിരാത്രിയിൽ വിളിയായി, പിന്നെ മറ്റേതായി മറിച്ചതായി. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ചിരുമ്പോൾ ഒന്നും പറയാനില്ല.
ആദ്യ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, എന്തേ ഒന്നും മിണ്ടാനില്ല. കാരണം 2-3 മാസം ഇങ്ങനെ സംസാരിച്ച് കളഞ്ഞു. അത്ര മുട്ടി നിൽക്കണവരാണെങ്കിൽ നിക്കാഹ് നടത്തിയിട്ട് കൊണ്ടുപോയിക്കൂടെ, അതാ നല്ലത്. അല്ലാതെ വെറുതെ വ്യഭിചാരത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിക്കാഹ് കഴിക്കാൻ നിൽക്കല്ലേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിക്കണം പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ സ്നേഹത്തിൽ പറയുക, മുഹബ്ബത്തോടെ പറയുക, നിങ്ങളോട് വാത്സല്യത്തോടെ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകളുടെ നിക്കാഹ് എടുത്തു കഴിഞ്ഞാൽ നിക്കാഹിന് മുമ്പ് പെണ്ണും ചെറുക്കനുമായിട്ട് കോൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ചില പെൺകുട്ടികൾക്ക് എന്നോട് വെറുപ്പുണ്ടാകും, ഈ ആക്കിയത് എന്തിൻ്റെ കേടാ, ഞങ്ങളിതിങ്ങനെ പോയിക്കൊണ്ടിരുന്നല്ലേ, ഇയാൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ അല്ലേ. കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ പോയിട്ട് ഒരു 15,000 രൂപ 20,000 രൂപ ഒരു ഫോൺ പോയിട്ട് ചെറുക്കം മേടിച്ചിട്ട് നിക്കാഹ് കഴിയാത്ത പെണ്ണിനെയും കൊണ്ട് കൊടുക്കുക. എങ്ങനെയാ കൊടുക്കുക? ഹറാമല്ലേ, വ്യഭിചാരല്ലേ. അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് ഉപ്പ ഉമ്മ ധൈര്യത്തിൽ പറയാൻ കഴിയണം, വിളിക്കാൻ പറ്റൂല, നിക്കാഹ് കഴിച്ചോളി, കൊണ്ടുപോയിക്കോളി, കുഴപ്പമില്ല, അല്ല നിക്കാഹ് കഴിച്ചിട്ട് ഇവിടെ നിന്നോട്ടെ, നിനക്ക് എപ്പോഴാണ് പ്രാപ്തിയാകണത് അപ്പം കൊണ്ടുപോയിക്കോളി എന്ന് പറയുക. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ അതിൽ മെനക്കെടാൻ നിൽക്കല്ലേ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രേമവും മറ്റൊക്കെ ആയിട്ട് നടക്കാൻ നിൽക്കണവർ ഉമ്മയുടെ ഉപ്പയും പൊരുത്തമില്ലാതെ ഒളിച്ചോടാൻ നിൽക്കുകയാണെങ്കിൽ മോളെ, നീ എത്ര വലിയ പണക്കാരനെ കിട്ടിയാലും നിന്റെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് തരില്ല. അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇപ്പം 2 മാസം മുമ്പ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വഅലിന് പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരാളിങ്ങനെ കമൻറ്റിൽ ഇട്ടിരിക്കും, ഉസ്താദ് ബ്രേക്കപ്പായി ദുആ ചെയ്യണം. എന്താ ഇട്ടിരിക്കണേ? ഉസ്താദ് ബ്രേക്കപ്പായി ദുആ ചെയ്യണം. ഇതിപ്പോൾ പ്രായമുള്ള കാക്കമാർക്ക് അറിയില്ല ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവരൊക്കെ വിചാരം വണ്ടിയുടെ ബ്രേക്കാണ്. അതല്ല, ഏതെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിൽ പ്രേമിച്ച് പിരിയുമ്പോൾ അതിനെന്തെന്ന് പറയണ ബ്രേക്കപ്പ്. ഒരുത്തൻ വഅലിൻ്റെ സദസ്സിൽ ദുആ രക്കാൻ പറഞ്ഞതാ, ഉസ്താദ് ബ്രേക്കപ്പായി ഞാൻ എൻ്റെ കാമുകയായിട്ട് ദുആ രക്കണം. എന്താ നമ്മുടെ കാലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമില്ലാത്തവൻ സുബ്ഹാനല്ലാഹ് അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂലകം നാദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ട് എടാ ഇത് ബക്കറ്റ് രൂപയില്ലേ? എന്നാ പിരിച്ചു. ബക്കറ്റ് രൂപ ഇൻഷാ അല്ലാഹ് കൂടെ പോയിക്കോട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ. ഇനി അവസാനം പിരിച്ചാൽ മതി. എന്താണ് അവസാനം മതി? എന്തായാലും 10 ഇറച്ചി ഉള്ളതുകൊണ്ട് ആരും പോകൂല ഇൻഷാ അല്ലാഹ്, എനിക്ക് ഉറപ്പാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ കളിയാക്കിയൊന്നുമില്ല കേട്ടോ, അതിൽ ബറക്കത്താ. കാരണം അൽഹംദുലില്ലാഹ് മജ്ലിസുന്നൂറൊക്കെ ചൊല്ലി അൽഹംദുലില്ലാഹ് മജ്ലിസ അല്ലേ. അപ്പോൾ ഇവിടെ അൽഹംദുലില്ലാഹ് കൊടുക്കണ ചീരണി എന്നും ബറക്കത്താ. അൽഹംദുലില്ലാഹ് നിങ്ങൾ വീട്ടിൽ എന്ത് രോഗം ഉണ്ടെങ്കിലും ഇത് അൽഹംദുലില്ലാഹ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് കൂടി ഇരുന്ന് കഴിച്ചാൽ മതി. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 2 അപ്പൊ ഒന്നേതാ? എല്ലാവരും ഒച്ചേ പറഞ്ഞേ. സ്വർഗത്തിൽ കിടക്കാത്ത ഒന്നാമത്തെ വിഭാഗം ആരാ? ഒന്നാമത്തെ വിഭാഗം ആരാ? മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം വാങ്ങാത്തവരെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരാ? സ്വർഗത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരോ? അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മഅ്ദുൽ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഅ്ദുൽ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരികയോ, പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. എന്നാൽ നമസ്കരിക്കുന്നവരോ അശ്രദ്ധരായി നമസ്കരിക്കുന്നവരോ അവരാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുമ്പോ പല ആളുകൾക്കും പള്ളിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തയെന്തോ, എന്റെ ബിസിനസ്, എന്റെ ഭാര്യ, എന്റെ മക്കളോ, എന്റെ പള്ളിയുടെ പുറത്തിനാണ് ഊരിയിട്ട പുതിയ ലൂണാസിന്റെ ചെരുപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗമുള്ള, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാത്ത രണ്ടാമത്തെ വിഭാഗമേതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പള്ളിയിൽ കടന്നു വന്നിട്ട് അശ്രദ്ധരായി നമസ്കരിക്കുന്നവരാരാ? അവനാണ് മോനെ. അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾക്കുണ്ടല്ലോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, അല്ലാഹു കൊടുക്കുന്നതാ. യാ റസൂലല്ലാഹ്
അവരാരാണ് നബിയെ? വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, കരകതമാക്കുന്ന ആളുകൾ ആരാണ് നബിയെ? ഉടൻ തന്നെ റസൂലുള്ള പറയുകയാണ്, സഹാബാ, നമസ്കരിക്കുമ്പോ അശ്രദ്ധ കാണിക്കുന്നവരെ, നമസ്കരിക്കുമ്പോ അശ്രദ്ധ കാണിക്കുന്നവരെ, നഊദുബില്ലാഹ്, അവരാണ് മോനെ സ്വർഗത്തിൽ കടക്കാതെ രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളത് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇന്ന് ചില ആളുകളുണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഫനാ പറയുന്ന ആളുകളാണ്, അവിടെ വന്നിരുന്നു കൊണ്ട് ഫസാദ് പറയുന്ന ആളുകളാണ്, അവിടെ വന്നിരുന്നു കൊണ്ട് ഉസ്താദിന്റെ പച്ച ഇറച്ചിയുണ്ടല്ലോ തിന്നുന്ന ആളുകളാ. എന്നാൽ പാടില്ല ചെറുപ്പക്കാരാ, പാടില്ല ചെറുപ്പക്കാരാ. അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പടച്ചവര് ഇഷ്ടപ്പെട്ടതെന്താ? താജ്മഹലല്ല, കുത്തബ്മിനാറല്ല, കാസർഗോഡിന്റെ ബേക്കൽ ഫോർട്ടല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതെന്താ? മസാജിദുഹാ, പള്ളികളാണ് ചെറുപ്പക്കാരാ, പള്ളികളാണ് ചെറുപ്പക്കാരാ. സുബ്ഹി നമസ്കരിച്ചോ, അസ്ർ നമസ്കരിച്ചോ, മഗ്രിബ് നമസ്കരിച്ചോ, ഇശാ നമസ്കരിച്ചോ, ആ പള്ളിയിൽ പോയി ഫനായും ഫസാദും പരദൂഷണവും കുറ്റം പറയാറ് പോകണ്ട. അതുകൊണ്ട് നമസ്കരിക്കുമ്പോ അശ്രദ്ധ കാണിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അവൻ സ്വർഗത്തിലതാ കടക്കൂല, കടക്കൂല. സ്വർഗത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാ. പക്ഷേ ആ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ച് നമസ്കരിക്കുന്നവരാരാ? അവരാണ് അന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, മിക്ക കമ്മിറ്റിക്കാരോട് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, പള്ളിയിൽ മുമ്പത്തെ ഭിത്തിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ക്ലോക്ക് വെക്കാൻ പാടില്ല. പള്ളിയിൽ മുമ്പത്തെ ഭിത്തിയിൽ, ഒന്നാമത്തെ സഫിന്റെ മുമ്പിലുള്ള ഭിത്തിയിൽ കൊണ്ടുപോയിട്ട് എന്ത് വെക്കാൻ പാടില്ല? ക്ലോക്ക് വെക്കാൻ പാടില്ല. കാരണം ഈ ചങ്ങാതി വന്നിട്ട് ഭയങ്കര തക്ബീറൊക്കെ കെട്ടിയിട്ട് ഭയങ്കര നിസ്കാര, എന്നിട്ട് എന്താ ഈ ചങ്ങാതി നോക്കണം, എന്താ ഇപ്പം കഴിയോ, ഇപ്പം കഴിയോ, ഈ ചങ്ങാതി ഒന്ന് സുജൂദിന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുള്ള ചിന്തയാ ചില ആളുകൾക്ക്. ചില ആളുകൾ എന്തെന്നറിയോ, പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് പള്ളിയിൽ മിഹ്റാബിൽ എത്ര പല്ലി ഉണ്ടെന്ന് ഇങ്ങനെ എണ്ണുക. എത്ര പല്ലിയുള്ളേ? ഇന്ന് ഒരെണ്ണയല്ലേ ഉള്ളു, മോഹൻ ഉസ്താദ് അതിനെ കൊന്നില്ലല്ലോ എന്നിങ്ങനെ നോക്കുക. ചില ആളുകൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയിലാ ചിന്ത, ചില ആളുകൾക്ക് മക്കളിലാ ചിന്ത, ചില ആളുകൾക്ക് ബിസിനസ്സാ. പിന്നെ ചില കൂട്ടം ആളുകൾ എന്തെന്നറിയോ, പുറത്ത് കൊണ്ടിട്ട പുതിയ ലൂണാസിന്റെ ചെരുപ്പ് ആരെങ്കിലും എടുത്തു പോവോ പടച്ചോനെ എന്നുള്ളൊരു ചിന്തയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളി കമ്മിറ്റിക്ക് പേടിയാ, പിന്നല്ലേ നിങ്ങൾക്ക്? നമ്മുടെ പള്ളിയുടെ പരിപാലകർക്ക് പേടിയാ, പിന്നല്ലേ നിങ്ങൾക്ക്? അല്ലേ? ചില പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ ചില ചെരുപ്പുകൾ ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ചില പള്ളിയിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചെരുപ്പ് ധരിച്ചുകൊണ്ട് മൂത്രമൊഴിക്കാൻ കയറാൻ പറ്റൂല. ഏതോ ചങ്ങാതി ഏതോ ഒക്കെ ഇട്ട ചെരുപ്പ് നമ്മുടെ കാലിലിടുമ്പോൾ സ്വാഭാവികമായിട്ടും പല അസുഖങ്ങളും നമ്മുടെ കാലിലേക്ക് വരും. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ചെരുപ്പിൻ്റെ പകുതി മുറിച്ചിട്ടത്, ഒരു ചെരുപ്പ് ഇടാനായിട്ടുള്ള ഹോളില്ലാത്തത്, അങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂത്രപ്പുരയുടെ വാതിക്കെ കൊണ്ടിട്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ മഗ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക ഹൗദിൽ. എന്തേ? ഹൗദിൽ പോലും മഗ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കേണ്ട അവസ്ഥ എന്തേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോലും മോഷണം നടക്കണ കാലട്ട. അത് ബാത്റൂം എന്നില്ല, ഹാർപ്പിക്ക് വെച്ച അതും വരെ എടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത്, പള്ളിയിൽ പോയാലും നമസ്കരിക്കണം, തിരിച്ചു പോരണം. അതിൻ്റെ അകത്തിരുന്നിട്ട് വേറെ വർത്താനൊന്നും പറയാൻ നിൽക്കല്ലേ. എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും, എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. ഇവിടെ ഉണ്ടോ? ഇവിടെ പള്ളിയില്ലേ? പള്ളിയുടെ മുമ്പിൽ ചായക്കട ഉണ്ടോ? ഇവിടെ ചായക്കടയില്ല, അൽഹംദുലില്ലാ. മിക്ക പള്ളിയുടെ മുമ്പ് ചായക്കട ഉണ്ട്. എന്തിനാ ചായക്കട? എന്തിനാ? ചില കബറിലേക്ക് ഇങ്ങനെ കാലം നീട്ടിയിരിക്കണ ചില ചങ്ങാതിമാരുണ്ട്. എന്താ ചെയ്യണമെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കടയിൽ വന്നിട്ട് ചായ ഓർഡർ ചെയ്യും, കടി ഓർഡർ ചെയ്യൂല, ചീരണി ഓർഡർ ചെയ്യൂല, സമൂസയും പപ്സൊന്നും ഓർഡർ ചെയ്യൂല. എന്താ ചെയ്യണേ? ചായ ഓർഡർ ചെയ്തിട്ട് അതിങ്ങനെ കുടിച്ചിട്ട് ഉസ്താദിനെ കടിക്കല. നമുക്കിന് ഇന്ന് പിരിച്ചു വിടണം, മുത്തല്ലി നിങ്ങൾ രണ്ടെണ്ണം പെടലിക്ക് നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞുള്ളൊരു വർത്താന. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേതെങ്കിലും ചെറുപ്പക്കാരൻ അവൻ്റെ വാപ്പാക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ ഓട്ടയുള്ള പാൻറ് ഇട്ട് കിടന്നപ്പോൾ അവൻ കഞ്ചാവ എന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ കളിയാക്കാനും കല്യാണം മുടക്കാനും ഒക്കെ നടക്കണ ചില ചങ്ങാതിമാര്. മോനെ, നിസ്കാരത്തിൽ അശ്രദ്ധയായിട്ട് നമസ്കരിക്കണവരാണെങ്കിൽ നീ സ്വർഗത്തിൽ കടക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ഒരു മഹാന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം.
ഒരു മഹാന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഈ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറ്റിക്കോ. ഈ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ഈ ചരിത്രം നമുക്ക് എപ്പോഴും നമസ്കരിക്കുമ്പോൾ ഉണ്ടാകണം. എൻ്റെ പ്രിയമുള്ളവർ, ഈ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശബ്ദം വന്നാലും നമ്മൾ ഈമാനോടെ നമസ്കരിക്കും. നമ്മൾ ഏത് ചെരുപ്പ് ഏത് ഷൂ കൊണ്ട് പുറത്തിട്ടാലും, ഇനി മെസ്സി നമുക്ക് ഒപ്പിട്ട് എന്ന ഷൂ ആണെങ്കിലും അത് പുറത്തിട്ടാൽ നമുക്ക് പേടിയില്ല, നമുക്ക് ഭയമില്ല. നമ്മൾ എന്തുകൊണ്ട് പുറത്തിട്ടാലും നമുക്കതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്ത വരൂല. ചില ഉമ്മമാർ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പേടിയാ. എന്തേ പടച്ചോനെ കട്ട്ലേറ്റ് പൊരിച്ചു വെച്ചിരിക്കുക, ഇളയ മോൻ വിരുദ്ധന, ഞാനെങ്ങാനും നിസ്കരിക്കണ സമയത്ത് അതെങ്ങാനും മുഴുവൻ എടുത്ത് കഴിക്കുക എന്നുള്ള ചിന്ത ചില ഉമ്മമാർക്ക്. മോളെ, അശ്രദ്ധയായിട്ട് നമസ്കരിക്കുന്നവളാണ്, തമാശ പറഞ്ഞല്ല. അങ്ങനെ അശ്രദ്ധരായി ഈ നമസ്കാരം എന്ന് പറയണെന്താ? ഈ നമസ്കാരം എന്ന് പറയണെന്താ? അത് പടച്ചോനായിട്ടുള്ള സംസാരമല്ലേ, റബ്ബുമായിട്ടുള്ളൊരു സംസാരമല്ലേ. ഇന്നിപ്പോൾ ചില പള്ളി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു പള്ളിയിൽ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നിസ്കരിക്കാൻ കയറിയതാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇമാമ് രണ്ടാമത്തെ റക്അത്തായി, ഒന്നാമത്തെ സഫിൻ്റെ പുറകിലത്തെ സഫിൽ 3 കുട്ടികൾ ഇങ്ങനെ നിൽക്കുക. ഒന്ന് മെസ്സി, ഒന്ന് റൊണാൾഡോ, പിന്നെ വേറെ ഏതൊരുത്തരും. ഓൻ്റെ പുറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എഴുത്തും കുത്തുള്ളൊന്നും ഇട്ടുകൊണ്ട് പോകല്ലേ. ചിലപ്പോൾ മമ്മൂട്ടി നെഞ്ചത്ത്, പുറകിലും മോഹൻലാലും അവൻ്റെ ദുബറിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ഒട്ടിച്ച് വെച്ചിരിക്കണേ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് പള്ളിയിലൊക്കെ പോകാനായിട്ട് രണ്ട് വസ്ത്രം, ഒരു വെള്ള വസ്ത്രം നിങ്ങൾ മേടിച്ചേക്കാം. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാ? വെള്ളയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന് എൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയല്ലേ? ആ രണ്ട് വെള്ള ഷർട്ട് മേടിച്ചേക്കുക, ഒരു വെള്ളം ഇടുക, അത് അഴുക്കാവുമ്പോൾ അടുത്തിട്ട് കൊടുക്കുക, അങ്ങനെ മാറ്റി തിരിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ, വലിയ പൈസ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, പള്ളിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കടന്നു പോകുമ്പോൾ കളിച്ചിട്ട് നേരെ പോകല്ലേ, ഒന്ന് കുളിച്ച് വൃത്തിയായി അത്തറൊക്കെ തേച്ചിട്ട്. ചില ചങ്ങാതിമാർ പള്ളിയിൽ കയറി വന്നാൽ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും. അതാണ് അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഈ മഹാന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചോ, ഈ മഹാന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചോ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, സഹാബാ, അള്ളാഹുവിന്റെ പള്ളിയിൽ അതാ കടന്നു വന്നിട്ട് അശ്രദ്ധരായി നമസ്കരിച്ചു കഴിഞ്ഞാൽ നഊദു ബില്ലാഹ്, അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന ചരിത്രമുണ്ടല്ലോ, പഠിച്ചുകൊള്ളുക. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്, വല്ലാത്ത ആബിദാണ്, വല്ലാത്ത പണ്ഡിതനാണ്. എന്നാൽ ഒരു വഖത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഖളാ ആകാതെ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മഹാന്റെ കാലുകളതാ പഴുക്കുകയാ. കാലിലൊരു കുഴിനകം വരുമ്പോ, കാലിലൊരു കുപ്പിച്ചില്ല് വരുമ്പോ, കാലിലൊരു കേട് വരുമ്പോ, കാലിലൊരു വിള്ളൽ വരുമ്പോ നമസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉർവ തങ്ങളുണ്ടല്ലോ, ആ തങ്ങളുടെ കാലുകളതോ പഴുക്കുകയാ. മഹാനവറുകൾ വേദന കൊണ്ട് കരയുകയാണ്. പല ആളുകളും വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് ഇരുന്ന് നമസ്കരിച്ചൂടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആയിരക്കണക്കാരെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, ഉർവാ തങ്ങൾ പറയുകയാണ്, അള്ളാഹു തന്ന കാലല്ലേ, അള്ളാഹു തന്ന കൈകളല്ലേ, അള്ളാഹു തന്ന ശരീരത്തിന്റെ അവയവങ്ങളല്ലേ, അതുണ്ടല്ലോ എനിക്ക് അള്ളാഹു തന്ന രോഗമല്ലേ, അത് നശിപ്പിച്ച് കളയാൻ ഞാൻ തയ്യാറല്ല. അള്ളാഹുവേ, വേദന സഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് നമസ്കരിക്കുകയാ. അവസാനം വേദന എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ട് പഴുപ്പ് നിറഞ്ഞ കാലുകളുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ അനക്കാൻ കഴിയാതെ അള്ളാഹുവേ ബഹുമാനപ്പെട്ടവരുകള് കരയുകയാ. വൈദ്യന്മാര് കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങളുടെ കാലുകളുണ്ടല്ലോ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും അതോ പഴുക്കുകയോ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങള് മുഴുവനും അതാ പഴുക്കുമെന്ന് പറയുമ്പോ മഹാനവറുകൾ പറയുകയാണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയോ. അല്ലാഹുവേ,
അല്ലാഹുവേ. ഉടൻ തന്നെ വൈദ്യന്മാര് പറയുകയാണ്, നിങ്ങളുടെ കാലുകളുണ്ടല്ലോ മുറിച്ചു കളയുക. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഇത് അല്ല തന്ന കാലാണ്, ഇതല്ല തന്ന കയ്യാണ്, ഇതല്ല തന്ന ആരോഗ്യമാണ്, ഇതല്ല തന്ന ആഫിയത്താണ്, ഇതല്ല തന്ന ദീർഘായുസ. ഇത് നശിപ്പിച്ചു കളയാൻ എനിക്ക് കഴിയൂല. അവസാനം മാസങ്ങൾ കടന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കാലുകളുണ്ടല്ലോ പഴുത്തിങ്ങനെ കയറുകയോ. വൈദ്യന്മാര് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, തങ്ങളെ ഇനിയും നിങ്ങളുടെ കാലുകൾ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല, നമസ്കരിക്കാൻ കഴിയൂല. ഉടൻ തന്നെ മഹാനവറുകൾ പറയുകയാണ്, മുറിച്ചു കൊള്ളുക. ഉടൻ തന്നെ വൈദ്യന്മാര് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കാലുണ്ടല്ലോ പച്ചക്കഥ മുറിക്കാൻ പറ്റൂല, നിങ്ങളുടെ കാലുണ്ടല്ലോ പച്ചയിറച്ചിയോ അതിലേക്ക് കത്തിവെക്കാൻ കഴിയൂല, നിങ്ങൾക്ക് വേദനയുണ്ടല്ലോ സഹിക്കാൻ കഴിയൂല. ഇവിടെ ഇരുന്ന ഉമ്മമാരോട് പറയുകയാണ്, 9.5 മാസം നീ നിന്നെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയുണ്ടല്ലോ ഗർഭം ചുമന്നിട്ട് അൽഹംദുലില്ലാഹ് പ്രസവിച്ച ഉമ്മ, സിസേറിയനിലൂടെ അല്ലാഹുവേ നോർമൽ പ്രസവത്തിലൂടെ നീ നിന്നെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയുണ്ടല്ലോ പ്രസവിച്ചതല്ലേ, വേദന സഹിച്ചതല്ലേ, കാലിലും കയ്യിലും കണ്ണിലും തലയിലുമെല്ലാം സ്റ്റിച്ചിടുമ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോ വേദന കൊണ്ട് കരയുന്ന ഉപ്പ. മഹാനവറുകളോട് അവര് പറയുകയോ, നിങ്ങൾക്ക് ഞാനൊരു കോപ്പ കള്ള് തരാം, ഒരു കുപ്പി കള്ള് തരാം, അത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നവും വരൂല. നിങ്ങളുടെ കാലുകളുണ്ടല്ലോ മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടല്ലോ കടന്നു വരൂല. ഉടൻ തന്നെ മഹാനവറുകൾ നെട്ടിത്തരിക്കുകയാണ്, മഹാനവറുകൾ ചൂടാവുകയാണ്. കള്ളു വേണ്ട, ഞാൻ കള്ളു കുടിക്കൂല, അത് ഹറാമാണ്, അത് മോശമാണ്, അത് ലഹരിയാണ് എന്നതോ പറയുകയാണ്. ഉടൻ തന്നെ റബ്ബേ വൈദ്യന്മാര് പറയുകയാണ്, പിന്നെങ്ങനാണ് തങ്ങളെ നിങ്ങളുടെ കൈകൾ മുറിക്കുന്നതെങ്ങനാ, നിങ്ങളുടെ കാലുകൾ മുറിക്കുന്നതെങ്ങനാ, പഴുത്തു വരുന്ന നിങ്ങളുടെ കാലുകളുണ്ടല്ലോ പിന്നെങ്ങനാ മുറിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുകയാ, ഞാൻ നമസ്കരിക്കുമ്പോ എന്റെ കാലുകളുണ്ടല്ലോ നിങ്ങൾ മുറിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്. വൈദ്യന്മാര് പേടിക്കുകയാണ്, വൈദ്യന്മാരുടെ കൈയുണ്ടല്ലോ വിറക്കുകയോ. എന്തുകൊണ്ടാ അല്ലാഹുവേ ഒരു പച്ചയിറച്ചിയാണ് മുറിക്കാൻ പോകുന്നത്, ഒരു പച്ച മനുഷ്യന്റെ ശരീരത്തിലേക്ക് കത്തിയതാ ഇറക്കാൻ പോവുകയാ. പിറ്റേ ദിവസം അതാ വൈദ്യന്മാര് കടന്നു വരികയാണ്. അതിന് ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്, ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവേ മഹാനവറുകള് നമസ്കരിക്കാൻ കൈകെട്ടുകയോ. വൈദ്യന്മാരെ പേടിച്ചു വിറങ്ങലിച്ചുകൊണ്ട് മഹാനവറുകളുടെ പഴുത്ത കാലുണ്ടല്ലോ മുറിക്കുകയോ. ആ പഴുപ്പന്റെ പ്രിയമുള്ളവര് ചാടുകയോ. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ എന്റെ പ്രിയമുള്ളവര് അറിയുന്നില്ല, മഹാനവറുകളതോ നമസ്കരിക്കുകയോ. മഹാനവറുകളുടെ കാലിൽ നിന്ന് റബ്ബേ ചോരയതാ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ പ്രിയമുള്ളവരെ മഹാനവറുടെ കാലിലുണ്ടല്ലോ സൈത്തണ്ണയതാ ചൂടാക്കി ഒഴിക്കുകയാ. മഹാനവറുകൾ വേദന കൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. അല്ലാഹുവേ
അല്ലാഹുവേ ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്തിനാ, ഈ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയതെന്തിനാ? പടച്ചവന്റെ പള്ളിയിൽ നമസ്കരിക്കുന്നവരെ വീട്ടിലതാ മുസല്ല വിരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമക്കളായിട്ട് ഇമാമായി ജമാഅത്തായി നിസ്കരിക്കുന്ന എന്റെ പ്രിയമുള്ള ഉമ്മ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയുകയാണ്, വേറെ ഒരു ചിന്ത വേണ്ട ഉമ്മ, വേറെ ഒരു ബോധം വേണ്ട ഉമ്മ, വേറെ ഒരു ബിസിനസ്സും വേണ്ട ഉമ്മ. അശ്രദ്ധരാഹി നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ സ്വർഗത്തിലുണ്ടല്ലോ കടക്കൂല, സ്വർഗത്തിലുണ്ടല്ലോ കടക്കൂല. നീ സ്വർഗത്തിൽ അശ്രദ്ധരായി എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിച്ചാൽ കടക്കൂലകം നാദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി, നിങ്ങൾ കാല് മുറിക്കണത് എപ്പോഴാണ്? നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ വിട പറഞ്ഞത് എപ്പോഴാ? നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അള്ളാഹു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇഖ്ലാസോടെ, ഈമാനോടെ, തഖ്വയോടെ, അദബോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളൊക്കെ പള്ളിയിൽ പോകും, എന്തിനാ ഉസ്താദ് ചൂടാകും പള്ളിയിൽ പോയില്ലെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് പിരിക്കണം ലാസ്റ്റ്. ഇപ്പം ബക്കറ്റ് ഇപ്പൊ അൽഹംദുലില്ലാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി എന്തേ? ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി എന്തേ? മുമ്പിലോട്ട് വന്ന് നോക്കട്ടെ, ചോദിക്കട്ടെ. ആ ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി എന്തേ? ബക്കറ്റിന്റെ മലക്ക് എന്തേ? ബക്കറ്റിന്റെ മലക്ക് എന്ത്? ആരാ? ഓടി ഓടി ഓടി, സമയമില്ല, ഓടി ഇൻഷാ അല്ലാഹ്. അല്ലേ, 10 വർഷം കഴിക്കണ്ടേ? എനിക്കും വിശക്കണം, നിങ്ങൾക്കും വിശക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ചീരണിയിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അത് കഴിക്കുന്നതിനോട് അൽഹംദുലില്ലാ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. മോനെ ആ ബക്കറ്റ് എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് അസ്റായിൽ നോക്കണത് പോലെ ഒന്ന് നോക്കി നോക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും തരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൊടുക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഇത് 25ാമത്തെ വാർഷികമാണ്. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ 50ഉം 100ഉം 200 കൊല്ലം ഇൻഷാ അല്ലാഹ് നമുക്കിത് പോകണം. എത്ര കൊല്ലാണെങ്കിൽ നമ്മുടെ എപ്പോഴാണോ മരിക്കണത്, ലോകം എപ്പോഴാണ് അവസാനിക്കണേ അന്ന് വരെ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ വാർഷികം നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത്. എല്ലാവരും ഉള്ളതിൽ നിന്ന് അല്ല, ഒരുപാട് ആളുകളൊന്നും ഇല്ല നമുക്ക് ഈ അൽഹംദുലില്ലാ ഈ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയാണ് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ പോകേണ്ടവരൊന്ന് കൈവക്കി, ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകേണ്ടവരൊന്ന് കൈവക്കി. എനിക്ക് പോകണം. സ്വർഗത്തിൽ പോകേണ്ടവര് വേണ്ട, താത്തമാർക്ക് സ്വർഗത്തിൽ പോണ്ട, എന്നാ പൊക്കി കൈയൊക്കെ ഇൻഷാ അല്ലാഹ് പോക്കറ്റിലിട്ട് ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകണമെന്ന് നെയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ഇട്ടോ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ആര് കൊടുത്താലും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആര് കൊടുത്താലും കബൂലിയത്ത് കൊടുക്കണേ അല്ലാഹ്. സാധുക്കളാണ് അല്ലാഹ്, അവര് പാവങ്ങളാണ് അല്ലാഹ്. 11 മണിയാകാനായി പടച്ചവനെ ഈ തണുപ്പത്തും വന്നിരിക്കുന്ന സാധുക്കളാണ് റബ്ബേ. അവർക്ക് മുഴുവനും ഖൈറിന്റെ കവാടം നാഥാ തുറന്നു കൊടുക്കണേ റബ്ബേ, തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ കാലുണ്ടല്ലോ മുറിച്ചു കളഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു നിസ്കരിക്കുമ്പോളാ. അതുകൊണ്ട് നിസ്കാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് മാരകമാകുന്ന കടങ്ങൾ ഇങ്ങനെ കുന്നിക്കൂടുക. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയൊരു മുഴ വന്നു. ആ മുഴ കൊണ്ട് നമ്മളൊന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുക ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, നിങ്ങൾ നാളെ വരാൻ പറയുമ്പോൾ ആദ്യമേ തന്നെ ബക്കറ്റ് എടുത്ത് പിരിക്കാനല്ല നിൽക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോവുക, ഉളുവെടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ മാറ്റിത്തരും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇന്ന് വരെ ഭർത്താവും ഭാര്യയും ദമ്പതിമാര് ജമാഅത്തായിട്ട് നമസ്കരിച്ചവരുണ്ട്. ഒരു ദിവസമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ കോവിഡ് കടന്നു വന്നു. ആ സമയത്ത് നീ നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് നീ ഇമാമ് എന്ന് നമസ്കരിച്ചവരുണ്ടോ? കുറവാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, കോവിഡൊക്കെ ഇങ്ങനെ കടന്നു വരിക, ഒമിക്രോണൊക്കെ പിന്നെയും കടന്നു വരിക. ചൈനക്കാർ പറയണം അവിടെ ഒരു പ്രശ്നമില്ല, പക്ഷെ മനോരമയും മാതൃഭൂമിയും വേറെ പത്രക്കാരൊക്കെ പറയണത് കോവിഡ് ഒമിക്രോൺ പിന്നെയും കടന്നു വരിക. എങ്ങനെയെങ്കിലും അവർക്ക് പൂട്ടണം. കാരണം എന്തേ റമദാൻ കടന്നു വരികയല്ലേ? അല്ലേ, റമദാൻ കടന്നു വരികയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 കൊല്ലം മുമ്പ് നമ്മുടെ പള്ളികൾ പൂട്ടപ്പെട്ട് കിടന്ന ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി അല്ലേ?
ഇനി ഏകദേശം ഇൻഷാ അല്ലാഹ് ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ, ഒരു 25 ദിവസം കൂടി ആയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ പള്ളിക്കകത്ത് നിന്നൊരു ദുആ നമ്മൾ കേൾക്കും. ഏതാ ദുആ? ദുആ പള്ളിയിലെ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ റബ്ബേ. റജബിലും ശഅബാനിലും നീ പടച്ചവനെ ബറക്കത്ത് തരണേ നാഥാ. وبلغنا റമളാൻ. അല്ലാഹുവേ, ആ റമളാൻ പടച്ചവനെ ഞങ്ങളിലേക്ക് നീ എത്തിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹ് എത്തിച്ചു തരണേ നാഥാ. അല്ലാഹുമ്മ വഫിഖ്നാ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. ഫീഹിൽ സിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ. നമസ്കരിക്കാൻ, നോമ്പ് നോറ്റാൻ, നന്മകൾ ചെയ്യാൻ, ഇഅ്തികാഫിരിക്കാൻ, ഖുർആനുകൾ ഓതാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. എന്നാൽ 2.5 കൊല്ലം മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കോവിഡ് കടന്നു വന്നപ്പോ, ഒമിക്രോൺ കടന്നു വന്നപ്പോ, നിപാ വൈറസ് കടന്നു വന്നപ്പോ, നമ്മുടെ പള്ളികൾ എന്റെ പ്രിയമുള്ളവരെ പൂട്ടപ്പെട്ടപ്പോ എത്രയോ പാവപ്പെട്ട ഉപ്പമാരാണ് കരഞ്ഞതെന്നറിയോ? ഉസ്താദേ, ഞങ്ങളെ പള്ളികൾ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്, അതൊന്ന് തുറക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന എത്രയോ സാധുക്കളാ. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഈ കോവിഡ് എന്ന് പറയുന്നത്, ഒമിക്രോൺ എന്ന് പറയുന്നത് പുതിയൊരു സംഭവമല്ല. ഈ പറയുന്ന ചരിത്രം ഒന്ന് കേട്ടുകൊള്ളുക. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, മഹാനവറുകളുടെ ചാരത്തേക്ക് ഒരു കൂട്ടം ആളുകളതാ കടന്നു വരികയാ. ഈസാ നബിയോട് പറയുകയാണ്, ഈസാ നബിയേ, ഞങ്ങൾ 70,000 ആളുകളുള്ള ഒരു സമൂഹമാണ് നബിയേ, ഒരു സമൂഹമാണ് നബിയേ, ഒരാൾക്കൂട്ടമാണ് നബിയേ. ഞങ്ങളുടെ നാട്ടിലതാ പകർച്ചവ്യാധി ഉണ്ടല്ലോ, പകർന്നിരിക്കുകയാ. ഞങ്ങളുടെ നാട്ടിലതാ കോവിഡ് പോലെയുള്ള, ഒമിക്രോൺ പോലെയുള്ള, നിപാ വൈറസ് പോലെയുള്ള ഒരു മാരകമാകുന്ന പടർച്ചവ്യാധി ഉണ്ടല്ലോ, പടർന്നിരിക്കുകയാ. ഉടൻ തന്നെ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ തിരിച്ചു പോകുക, നിങ്ങൾ നിങ്ങളുടെ നാട്ടില് അതാ നിൽക്കുക. 70,000-ഓളം വരുന്ന ആളുകളുടെ ഇടയിലേക്ക് മഹാനവറുകൾ അതാ കടന്നു പോവുകയാ. അവിടെ ചെന്ന് കണ്ട കാര്യങ്ങൾ തിരക്കുമ്പോ ഒരുപാട് ആളുകൾ, എന്റെ പ്രിയപ്പെട്ടവര്, ആ പടർച്ചവ്യാധി കടന്നു വന്നിട്ട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞു പോയി മോനെ. മഹാനവറുകളതാ 2 കൈയും എന്റെ പ്രിയമുള്ളവര് ആകാശത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ടതാ ദുആ ചെയ്യുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ ആ കോവിഡ് ഉണ്ടല്ലോ, ആ നാട്ടിൽ നിന്ന് മാനുപോയെന്ന് ചരിത്രം പറയുമ്പോ, നമ്മുടെ നാട്ടിൽ കോവിഡ് വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ദുആ എന്താ? നമ്മുടെ പള്ളികൾ എന്നെ പ്രിയപ്പെട്ടവരെ അടക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, നിങ്ങൾ പതിവാക്കുക. ഏതാണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ തഅനി വത്താഊർ വൽ ജുനൂനി വൽ ബറസി വൽ അസ്കാം. اللهم ارفع ما حل بنا
മിനൽ അംറാദിൽ മഖൂഫ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇർഫഉ മാ ഹല്ല ബിനാ മിനൽ അംറാദിൽ മഖൂഫ വൽ അസ്കാമിൽ മുഅദിയ യാ റബ്ബൽ ആലമീൻ. പേടിപ്പിക്കുന്ന പകർച്ചവ്യാധിയെ തൊട്ട് മരണത്തിലേക്ക് നയിക്കുന്ന പകർച്ചവ്യാധിയെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അതുകൊണ്ട് പറയുകയാണ്, റമദാനാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ റമദാനിൽ എന്നെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമെല്ലാം പള്ളിയിൽ പോയി നമസ്കരിച്ചപ്പോ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് നമസ്കരിച്ച എത്രയോ ഹാജിയാമാർ ഖബറിലാണ് അല്ലാ. അതുകൊണ്ട് നമസ്കരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ നമസ്കരിച്ചു കൊള്ളുക. എന്നാൽ സ്വർഗത്തിലത് കടക്കുകയാ, സ്വർഗത്തിലതാ കടക്കുകയാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോയി എന്തൊരു നമസ്കരിക്കണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ളുഹർ നിസ്കരിച്ചിട്ടുണ്ടോ? കുറവാ. ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 90 മിനിറ്റ് അല്ലേ ഉസ്താദേ? 90 മിനിറ്റ് അല്ലേ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ? 90 മിനിറ്റ് അല്ലേ ഉസ്താദേ? 90 മിനിറ്റ് അല്ലേ? ആയിരിക്കണം ഉസ്താദ്, ആയിരിക്കണം എന്ന് പറഞ്ഞേ അല്ലേ? അല്ലേ മക്കളെ? 90 മിനിറ്റ് അല്ലേ വേൾഡ് കപ്പ്? 90 മിനിറ്റ് അല്ലേ? ഈ 90 മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെ ടി വിയുടെ മുമ്പിരിക്കാൻ നമുക്കൊരു മടിയില്ല, ഒരു മടിയില്ല. ഒരു സിനിമ കഴിയണമെങ്കിൽ 2 മണിക്കൂർ എന്തായാലും വേണം അല്ലേ താത്തമാരെ? സീരിയൽ കഴിയണമെങ്കിൽ എത്ര വേണം എനിക്കറിയില്ല. അരമണിക്കൂർ 3/4 മണിക്കൂറായിരിക്കും എപ്പിസോഡായിട്ട് ഇങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഒരു സുബഹി നിസ്കരിക്കാൻ നിങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സമയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അരമണിക്കൂർ സീരിയലിന്റെ പുറയിൽ നിങ്ങൾ ചെലവഴിക്കണവരാ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരം എന്ന് പറയുന്ന ഓരോ വക്കത്തിന് 5 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് മാറ്റാം. പക്ഷെ നിങ്ങൾ ചെയ്യൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവര് നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 അവസാനത്തെ വിഭാഗം ആരാ? ഇതും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുക. മടുക്കലുണ്ടോ നിങ്ങൾക്ക്? മടുക്കുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? മടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നോക്കട്ടെ. പൊക്കിക്കോ. 10 നിങ്ങൾക്ക് കിട്ടുമെന്ന് കുഴപ്പമൊന്നുമില്ല, ഞാൻ മേടിച്ചു ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇരിക്കൂലേ? ഒരു 10 മിനിറ്റ് കൊണ്ട് ഇരിക്കൂലേ? 10 മിനിറ്റ് നമ്മുടെ കാര്യം നടക്കാൻ പോണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 3ാമത്തെ വിഭാഗം ആരാ? പഠിച്ചോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കാത്ത 3ാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ സ്വർഗത്തിൽ കടക്കാത്ത 3ാമത്തെ വിഭാഗമാരോ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, ഖുർആനുണ്ടല്ലോ പഠിക്കുന്നവരോ, എന്നിട്ടോ ഖുർആനുണ്ടല്ലോ അല്ലാഹുവേ പരിഗണിക്കാത്തവരോ? ആ ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ എന്നെ പ്രിയപ്പെട്ടവരെ മദ്രസയിൽ പോയി പഠിച്ചവരാണ്, ദറസിൽ പോയി ഓതിയവരാ. വനിതാ ക്ലാസ്സിലുണ്ടല്ലോ പ്രിയമുള്ള ഖതീബ് ഉസ്താദ് എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ പഠിപ്പിച്ചു തന്നതാ. എന്താ ആ ഖുർആൻ നിങ്ങളുടെ പ്രിയമുള്ളവരെ പരിഗണിക്കാത്തവരാ ചില ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ വീട് താമസത്തിന്റെ ഖുർആനതാ എടുത്തുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയതാണ്. പിന്നെ ആ ഖുർആനുണ്ടല്ലോ കൈകൊണ്ട് തൊടാത്ത ചില ആളുകളാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹുവേ റമദാനിന് മാത്രമുണ്ടല്ലോ ഓതണ്ട ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങളുള്ള, ഒരുപാട് മാധുര്യമുള്ള, കള്ളിന്റെ പിന്നാലെ കഞ്ചാവിന്റെ പിന്നാലെ പെണ്ണിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ. ആ ഉമറിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാൻ കൊടുത്തതെങ്ങനാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങളുണ്ടല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ അല്ലാഹുവേ ഇത് കേൾക്കുന്ന ഉമർ തങ്ങൾ പറയുകയാണ്, ആര് ഇസ്ലാമിലേക്ക് പോയാലും ഈ ഉമറുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല. അവസാനം ഒരാൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഉമറേ നിന്റെ പ്രിയപ്പെട്ട പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങൾ ഫാത്തിമയതാ
ചെല്ലാൻ പോകുമ്പോ ഫാത്തിമയതോ ഖുർആൻ ഓതുകയോ. ഏതാണ് ഓതുന്നതെന്നറിയോ? ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതശ്കാ എന്ന് പറയുന്ന ഖുർആനിന്റെ വചനമുണ്ടല്ലോ, ഫാത്തിമയതാ ഓതുകയാ. ആ ഖുർആനിന്റെ വചനത്തിന്റെ കാരണമായിട്ട് ഉമർ തങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഖുർആൻ ഓതാൻ സമയമില്ല, മദ്രസയിൽ പോകാൻ സമയമില്ല, ഇന്ന് സ്കൂളിന്റെ പഠിത്തത്തിന്റെ തിരക്കില. ഞാൻ ചോദിക്കട്ടെ, ഇത് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ ഉസ്താദേ, മദ്രസയിൽ ഒരു ക്ലാസും കൂടി വെച്ചാൽ എന്റെ പൊന്നുമോൻ ഖുർആനൊന്ന് ഓതാമല്ലോ എന്ന് പറയുന്ന ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യവതികളാ, എന്ന് പറയുന്ന ഉപ്പമാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് ഖുർആനിനെ നിസ്സാരമാക്കിയവരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല, നരകമാ. എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ നിൽക്കുകയാണ്. പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, നായയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കൈയില്ലാതെ കാലില്ലാതെ മൂക്കില്ലാതെ തലയില്ലാതെ തലച്ചോറില്ലാതെ പഴുപ്പിങ്ങനെ ഒലിച്ചുകൊണ്ട് പല ആളുകളും കടന്നു വരികയാ. ആ സമയത്ത് ചില ആളുകളുടെ ചാരത്തേക്ക് ഖുർആന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നതാണ്. എന്നിട്ടതാ അള്ളയോട് പറയുകയാണ്, അർഹമുറഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, ദയാലുവായ റബ്ബേ, ഇവൻ പാവമാണ് അല്ലാ, ഇവൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണെങ്കിലും പടച്ചവരെ പാതിരാത്രിയിൽ എന്നെ ഓതാതെ ഇവൻ കടന്നിട്ടില്ല പടച്ചവരെ, എന്നെ ഓതാതെ ഇവൻ കടന്നിട്ടില്ല പടച്ചവരെ. പള്ളിയിൽ സുബഹിക്ക് പോയാൽ അരമണിക്കൂർ ഇവൻ എന്നെ ഓതുമല്ല, ഇവനെ വെറുതെ വിടണറപ്പേ, ഇവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോണറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നതാണ്. അതേ സമയത്ത് ഖുർആൻ ഓതാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനൊന്ന് കൈകൊണ്ട് ദിവസം പോലും തൊടാതെ ഓടി നടന്നവരെ, നീ നരകത്തിലാ, നരകത്തിലാ. പ്രിയപ്പെട്ട ഭർത്താവതാ നിന്നോട് പറയുകയാണ്, മോളെ ഖുർആനും ഓതണേ എന്ന് പറയുമ്പോ ഹൈദില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിനോട് പറയുകയാണ്, ഹൈലാണ് ഹിക്കാ, എനിക്ക് ഓതാൻ കഴിയൂല ഹിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പറ്റിക്കുന്നവരെ നരകത്തിലാ, നരകത്തിലാ. അർഹമുറഹീമായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരില് ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ, പെടുത്തണേ അല്ലാഹ്. ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ നേരെ ചൊവ്വ പരിഗണിക്കാത്തവരെ നരകത്തിലാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട്, ചില ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട് താമസത്തിൻ്റെ അന്ന് ഖുർആൻ ഇങ്ങനെ അല്ല, ഇവിടെ എന്താ പറയുക, കുടിയിരിക്കൽ എന്നല്ലേ പറയല്, കുടിയിരിക്കൽ. ഈ കുടിയിരിക്കലിൽ നിന്ന് ചില ആളുകളുടെ സുബൈക്ക് എന്ത് ചെയ്യും, ഖുർആൻ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിരിക്കുക. ഈ നെഞ്ചത്തോട് ഇങ്ങനെ ഖുർആൻ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മച്ച ഇങ്ങനെ തുറക്കുക, ഡോറ് തുറക്കുക. ഡോറ് തുറന്നിട്ട് അന്നൊരു ഷോക്കീസിൽ കൊണ്ടുവച്ച ഖുർആന ഇന്ന് വരെ ചങ്ങാതി ഊതിയിട്ടുണ്ടാവില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയണത് വെറുതെയാണ്. പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എപ്പോഴാ? പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എവിടാ എൻ്റെ പ്രിയപ്പെട്ടവരെ? റമദാൻ കടന്നു വരിക. ആ റമദാൻ കടന്നു വരുമ്പോൾ പള്ളി ക്ലീൻ ചെയ്യുമ്പോൾ പള്ളിയിൽ ഖുർആൻ ഇരിക്കണ ഷെൽഫ് നീ ഒന്ന് തുറന്നു നോക്കണം, പൊടിയോട് പൊടിയായിരിക്കും. കാരണം എന്തേ? നമ്മൾ ഓതനില്ല. സലീമിച്ചയുടെ വാപ്പ മരിച്ചപ്പോൾ സലീമിച്ച പടച്ചോനെ എൻ്റെ വാപ്പയുടെ പേരിൽ പള്ളിക്ക് ഇരിക്കട്ടെ ഒരു 30 മുസാഫ് കൊണ്ട് കൊടുത്ത്, സലീമിച്ച അടുത്ത വർഷം വന്നപ്പോഴും ഖുർആൻ അതുപോലെ തന്നെ ഇരിക്കുക, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. കാരണം എന്തേ? ചങ്ങാതിമാർ ഓതണില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുക, ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നേരെ ചൊവ്വ പരിഗണിക്കാത്തവർ നരകത്തിലാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഉസ്മാൻ തങ്ങൾ അറിയോ? ഉസ്മാൻ തങ്ങൾ അറിയോ? എൻ്റെ പ്രിയപ്പെട്ടവർ ഇസ്ലാമിന്റെ ഖലീഫയായിരുന്നു. ഉസ്മാൻ തങ്ങൾ വിട പറഞ്ഞത് എങ്ങനെ? ഉസ്മാൻ തങ്ങൾ വിട പറഞ്ഞത് എങ്ങനെയാ? പഠിച്ചോ,
പഠിച്ചോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ ആരാണ്? ഇസ്ലാമിന്റെ ഖലീഫയാണ്, ഇസ്ലാമിന്റെ ഖലീഫയാണ്. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഖബർ കണ്ടാൽ കരയുമായിരുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് തൽവ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടക്കു പകരം മളമ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന. ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറെന്ന് പറയുമ്പോ, ഖബറിനെ എഴുതി കാണിക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം പെങ്ങളെ, അറിയാതെ കരയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പറയുകയാണ്, ഉസ്മാൻ തങ്ങൾ ഖബറിന്റെ ചാര വന്നുകൊണ്ട് കരയുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉസ്മാനെ നീ കരയുന്നത്? എന്തിനാണ് നൊമ്പരപ്പെടുന്നത്? എന്തിനാണ് വേദനിക്കുന്നത്? എന്തിനാണ്? ഉസ്മാൻ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ഖബറിലുണ്ടല്ലോ ആരും എന്റെ കൂടെ വരൂലല്ലോ, ആരും എന്റെ കൂടെ വരൂലല്ലോ. എന്റെ കൂടെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് എന്റെ പ്രജകളുണ്ടല്ലോ, സഹാബത്തുണ്ടല്ലോ, എന്റെ കുടുംബമുണ്ടല്ലോ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ കൂട്ടുകാരുണ്ടല്ലോ. എന്നാൽ എന്റെ ഖബറിലേക്ക് എന്നെ അമലുകളല്ലാതെ വേറെയൊന്നും എന്നെ പ്രിയപ്പെട്ടവരെ വരൂല എന്ന് പറയുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വീടുണ്ടല്ലോ, ശത്രുക്കളത് വളയുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ 3 ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. 3-ാമത്തെ ദിവസമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ നോൽക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ ചുറ്റുമുണ്ടല്ലോ ശത്രുക്കളതാ തീയിടുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ പേടിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ ചാരത്തതാ ഇരിക്കുകയാണ്. അല്ലാഹുവേ, നല്ലൊരു ദമ്പതിമാരെന്ന് പറഞ്ഞാൽ അവരാണ്. ഭർത്താവതാ ഖുർആൻ ഓതുമ്പോ ആ ഭർത്താവിന്റെ ചാരയതോ ഖുർആനതോ കേൾക്കുകയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങള് ഖുർആൻ ഓതുന്ന സമയത്ത് ശത്രുക്കളതാ വാതിലിലതാ കൊട്ടുകയാ, വാതിലിലതാ കൊട്ടുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ തുറന്നു കൊടുക്കുന്നില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ വാതിലിന്റെ പ്രിയപ്പെട്ടവരെ തുറക്കാതെ ഇരുന്നപ്പോ ശത്രുക്കളതാ പൊളിച്ചകത്തേക്ക് കയറുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഊരി പിടിച്ച വാളിങ്ങനെ എടുക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വീശുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയതമനെ കൊല്ലല്ലേ, എന്റെ ഭർത്താവിനെ കൊല്ലല്ലേ, എന്റെ ഭർത്താവിനെ ആക്രമിക്കല്ലേ, എന്റെ ഭർത്താവിനെ വെട്ടല്ലേ, എന്റെ ഭർത്താവിനെ കുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ആ കടാരയിലതാ പിടിക്കുകയാണ്, പിടിക്കുകയാണ്. ശത്രുക്കൾ എന്താണ് ചെയ്തതെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈയുണ്ടല്ലോ അറുത്തു മാറ്റുകയാ, കുത്തി മലർത്തുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ഷഹീദാവുകയാ. ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാണ്. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളതാ അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വയറ്റിലേക്കല്ല ശത്രുക്കളതാ കടാര എന്റെ പ്രിയപ്പെട്ടവരെ കുത്തിയിറക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. രണ്ടാമതും കുത്തുകയാണ്. മൂന്നാമതല്ലോ ഉസ്മാൻ തങ്ങളെ കുത്തുകയാ. ഉസ്മാൻ തങ്ങളുടെ കുടൽമാലയുണ്ടല്ലോ പുറത്തേക്ക് വരികയാ. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ വേദനിക്കുകയാണ്. ഉസ്മാൻ തങ്ങളത് ഒരു മലയന്റെ പ്രിയമുള്ളവരെ പതിക്കുന്നത് പോലെ താഴത്തേക്ക് വീഴുകയാ, താഴത്തേക്ക് വീഴുകയാ. എന്നിട്ടാ ഖുർആന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങളത് നെഞ്ചത്തോടെ ചേർത്ത് പിടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ചോരയുണ്ടല്ലോ ആ ഖുർആനിലേക്ക് വീഴുകയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ലാ
ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, ഉസ്മാന് സ്വർഗത്തിലാ, ഉസ്മാന് സ്വർഗത്തിലാ, അബൂബക്കർ സ്വർഗത്തിലാ, ഉമർ സ്വർഗത്തിലാ, അലിയാര് സ്വർഗത്തിലാ. എന്നാൽ ഉസ്മാന് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ നേരിടേണ്ടി വരുന്നതാ. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ? ഇത് ക്രിസ്മസിന്റെ വെക്കേഷനാ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അവധിയാണ്. ഈ സമയത്തുണ്ടല്ലോ അവരുമായിട്ട് ഒരുപാട് കറങ്ങാൻ നിൽക്കല്ലേ. ആഖിറത്തിലേക്കുള്ള വെളിച്ചമാ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആൻ ഉണ്ടല്ലോ മക്കളെ പഠിപ്പിച്ചു കൊള്ളുക.